الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه أجمعين وبعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാനരായ 32-ാം മൈലിലെ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള വിസ്ഡം യൂത്തിൻ്റെ സംഘാടകരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ ഒത്തുചേർന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിനെ കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒന്നിച്ചു ചേർന്നിട്ടുള്ള സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്താൽ ഇങ്ങനെയുള്ള സദസ്സുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ ഈ മസ്ജിദ് കേരളത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ്. ഇതേപോലെയുള്ള തുടർച്ചയായ മജ്‌ലിസുൽ ഇൽമ്, ഈ വിനീതന് തന്നെ ഇവിടെ 2-3 പ്രാവശ്യം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അള്ളാഹുവിൻ്റെ ദീനിന് ഉപകാരപ്രദമാകുന്ന, നമ്മുടെ ദീനിനും ദുനിയാവിനും പ്രയോജനം ലഭിക്കുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവയെല്ലാം ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾക്ക് അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് സംസാരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം, ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാനത്തെ സംബന്ധിച്ചാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഫിത്നയുടെ കാലഘട്ടമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്, നിങ്ങൾ അത്തഹിയാത്തിലിരുന്ന് കഴിഞ്ഞാൽ, അത്തഹിയാത്തും തശഹുദും ചൊല്ലിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിയാദത്ത് നടത്തുക, കാവലിനെ തേടുക. അതിലൊന്ന് ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെ ഫിത്നകളിൽ നിന്ന്, വിവിധ തരം പരീക്ഷണങ്ങൾ ജീവിതകാലത്തും മരണത്തിൻ്റെ ഇടയിലും ഉണ്ടായേക്കാം, മരണത്തിൻ്റെ സമയത്തും അതിനുശേഷമൊക്കെ. അതിൽ നിന്ന് കാവലിനെ ചോദിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏത് പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോഴും അവരൊക്കെ തൻ്റെ സമൂഹത്തോട് അവർക്കറിവുള്ള എല്ലാ നല്ല കാര്യങ്ങളും പ്രബോധനം ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഖവുര പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഈ ഉമ്മത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച ഈ സമുദായത്തിൻ്റെ ആഫിയത്തുള്ള കാലഘട്ടം ഇതിൻ്റെ ആദ്യ കാലഘട്ടമാണ്. വസയുസീബു ആഖിറഹ, ഇതിൻ്റെ അവസാന തലമുറകളെ ബാധിക്കും. ഫിത്നത്തുൻ വ ഉമൂറുൻ തുൻകിറൂനഹ, നിങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഫിത്നകളും കുഴപ്പങ്ങളും കാത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ അവസാന തലമുറകളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ആ സമയത്ത് ഏത് രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്നാമതായി നമ്മൾ അതിന് മുന്നൊരുക്കം നടത്തേണ്ടത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തന്നെയാണ്. ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്ത്, അതിൽ നിന്നുള്ള ഇസ്തിയാദത്ത് പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബനാ അലാ ദീനിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സുജൂദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്. ഫിത്നകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു 10-35 വർഷം ഫിത്ന എന്ന് പറയുമ്പോൾ, മുമ്പ് ഫിത്ന എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അടിപിടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സദാചാര പ്രവർത്തനങ്ങൾ, സദാചാര ലംഘനങ്ങളൊക്കെ ഉണ്ടായി എന്ന് മാത്രമേ മനസ്സിലാക്കുള്ളൂ. എന്ത് ഫിത്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആപാത ചൂടം അത് മൂടി നിൽക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ഫിത്നയും റസൂലുള്ളാഹി പറയുകയുണ്ടായി, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുകയുണ്ടായി, ഈ സമുദായത്തിൻ്റെ പണ്ഡിതന്മാർ തേനിൽ ചാലിച്ച വാക്കുകൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ അവരുടെ മനസ്സുകൾ ചെന്നായ്ക്കളെ പോലെയായിരിക്കും. മനസ്സ് ശുദ്ധമല്ല, ആളുകളോട് നസീഹത്തില്ല, പക്ഷേ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിരുന്നു പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഹദീസിൽ ചെറിയ ചർച്ചയുള്ളതാണ്, ദുർബലത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹദീസ് കൂടിയാണ്. അതിൻ്റെ അവസാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ അവരെ പരീക്ഷിക്കും, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഹലീമായ വ്യക്തി, ഹലീം എന്ന് പറഞ്ഞാൽ ഏറ്റവും
തൻ്റെ ഇടമുള്ള വ്യക്തിക്ക് പോലും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോകുന്ന തരത്തിലുള്ള ഫിത്ന, ആശയപരമായ, സാമൂഹ്യപരമായ, കുടുംബപരമായ രംഗങ്ങളിലൊക്കെ ഇന്ന് ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നാമത്തേത് അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, അതിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറുമരുന്ന് ദീനിയായ ഇൽമ് കരസ്ഥമാക്കുക എന്നാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയവും അതുതന്നെയാണ്. ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൽമ് കരസ്ഥമാക്കുക, അതനുസരിച്ച് ജീവിക്കുക, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. നമ്മളുടെ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലെ ഒന്നുമല്ലല്ലോ. നമുക്കതറിയാം, നമ്മളത് അറിയണം. മറ്റാൾക്കാരൊക്കെ ഇപ്പോൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ വേഷം ധരിച്ച ആളുകളൊക്കെ കണ്ടാൽ അവർ അപരിചിതരിലേക്ക് നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവർ പറയുന്നത് അവരുടെ കാലത്ത്, പഴയ കാലത്ത് അവരുടെ വേഷവും അവരുടെ സംസ്കാരമൊക്കെ അവർ മാറ്റി ആധുനിക സൈബർ യുഗത്തിനോട് യോജിച്ച രൂപത്തിലുള്ള കൾച്ചറിലേക്ക് അവരൊക്കെ മാറി. ഇവർ മാത്രം മാറാൻ തയ്യാറല്ല. ഇവർ കുറേ ആൾക്കാർ ഇപ്പോഴും ആ 6-ാം നൂറ്റാണ്ടിൻ്റെ പ്രമേയമായിട്ട് നടക്കുകയാണ് എന്നവർ നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ മാറാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അവരിൽ മഹാഭൂരിഭാഗവും ചോദിക്കുന്നത്. എല്ലാവരും നമ്മളെ വിമർശിക്കുന്നത് നമ്മൾ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. അവർ ആക്ഷേപിക്കുന്നതിൻ്റെ മർമ്മം അതാണ്. ഞങ്ങളുടെ ദീനിൽ ഇതിലേറെ മോശമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു, ഞങ്ങൾ ആധുനിക കാലത്തിനനുസരിച്ച് മാറി, നിങ്ങളെന്താ മാറാത്തത് എന്നതാണ് അവരുടെ പ്രധാന ആരോപണം. അപ്പോൾ എന്താണ് നമുക്ക് മാറാൻ പറ്റുന്നത്, മാറാൻ പറ്റാത്തത്, എന്തുകൊണ്ട് നമ്മൾ മാറുന്നില്ല എന്നതിനെ സംബന്ധിച്ച് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. നമ്മളുടെ ദീൻ നമ്മൾ പഠിക്കുക, അവരുടെ ദീന് പോലെയല്ല, അങ്ങനെ മാറാൻ പറ്റിയതല്ല. നമ്മളുടെ ദീൻ വ്യക്തമായ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. ആ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ വഹീ നൽകി. റൂഹൻ മിൻ അംരിനാ, നമ്മളുടെ കൽപ്പനയിൽ നിന്നുള്ള ഒരു കൽപ്പന, ഒരു ചൈതന്യം, അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടു തന്നത്. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. അതിനു മുമ്പ് നിങ്ങൾക്ക് വിശ്വാസം എന്താണെന്നോ, എന്താണ് നിയമമെന്നോ, വേദഗ്രന്ഥമെന്നോ അറിയാതെ നിങ്ങൾ ഉയറിയിരുന്ന ഫവജദക ളാല്ലൻ ഫഹദാ, വഴികേടിൽ ഉയറിയിരുന്ന ഒരു കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ആ വഹി അവതരിപ്പിച്ചു, അതോടുകൂടി നിങ്ങൾ വെളിച്ചത്തിലൂടെ ജീവിച്ചു എന്നാണ് പറയുന്നത്. ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ഫിത്നകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റൂ. അപ്പോഴേ നമ്മളുടെ ലക്ഷ്യം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ. മറ്റു മതക്കാരെ പോലെ വഴിയിൽ ഇട്ട് എറിഞ്ഞു പോകാൻ പറ്റൂല. കാരണം അവരുടെ മതം വ്യക്തമായ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അവരുടെ പുരോഹിതന്മാരും കാലത്തിൻ്റെ പ്രയാണത്തിനിടയിൽ എവിടെ നിന്നൊക്കെയോ കിട്ടിയ ആചാരങ്ങൾ അവർ സ്വീകരിച്ചു. അത് പിന്നീട് വന്ന കാലഘട്ടത്തിൽ അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവർ ഉപേക്ഷിക്കുന്നു. എന്നാൽ ഇസ്ലാം ദീൻ അങ്ങനെയല്ല. അത് അള്ളാഹു വഹീയിലൂടെ അവതരിപ്പിച്ചതാണ്. അതനുസരിച്ച് നിർബന്ധമായും നമ്മൾ ജീവിച്ചോളണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ദീനുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. മുസ്ലിമീങ്ങളിൽ പല ആൾക്കാർക്കും അത് മനസ്സിലായിട്ടില്ല. പല ചെറുപ്പക്കാരികളായ കുട്ടികൾ, ചെറുപ്പക്കാരന്മാരൊക്കെ അത് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറി എന്ന് ആവേശം കൊള്ളുന്ന ആൾക്കാരുണ്ട്. അവർ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയല്ല ചെയ്തത്, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ദീന് പഠിക്കുക എന്നത് ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒന്നാമതായി ഇറങ്ങിയ ആയത്തിൽ എന്താണുള്ളത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലെ, അവിടെ തന്നെ വായിക്കാനും പഠിക്കാനാണ് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നവാഖിദുൽ ഇസ്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാം ദീൻ ദുർബലമാകുന്ന കാര്യങ്ങൾ അതിനു മുമ്പും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പ്രത്യേകം ക്രോഡീകരിക്കുകയും അതിന് പ്രചാരണം നൽകുകയും ചെയ്തു എന്ന് മാത്രം. ഷഹാദത്ത് കലിമ മുറിയുന്ന 8 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അൽ ഇറാദു അൻ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാതെ തിരിഞ്ഞു കളയുക. അതനുസരിച്ച് അമല് ചെയ്യാതെ ഒരാൾ മുന്നോട്ട് പോയാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം എവിടെയെങ്കിലും പാത്രത്തിൽ കെട്ടി നിന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അത് നിറം മാറും, പിന്നെ അത് കേടുവരും. ഇതേ രൂപത്തിലായി മാറും ഒരു മുസ്ലിമായ വ്യക്തി. അവൻ പിന്നീടൊന്നും പഠിക്കുന്നില്ല. അവൻ മുസ്ലിമായി എങ്ങനെ ജനിച്ചു? കുറച്ചൊക്കെ നിസ്കരിക്കാറുണ്ടായിരുന്നു, എപ്പോഴൊക്കെ നിസ്കരിക്കും. പുതിയതായിട്ട് അവൻ്റെ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും ആദ്യം പഠിച്ചിട്ടില്ല. പഠിച്ച കാര്യങ്ങളൊക്കെ അവൻ മറന്നു, പകുതി കിട്ടും. ഇപ്പോൾ അത്തയ്യാത്ത് ചെല്ലിയാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അവസാനിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ ഇൽമ്. അങ്ങനെ ഒരാൾ ജീവിച്ചു പോയാൽ അവൻ കുഫറിലെത്തിപ്പെടും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് സ്ഥലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഓതുന്ന സൂറത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അവൻ്റെ ആയാത്തുകൾ വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ അൻ ആയാതി റബ്ബിഹി ഫഅറദ അൻഹാ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അതിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനം വന്നതിന് ശേഷം ഒരാൾ അത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞാൽ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അവർ പിന്നെ പോകുന്നത് നരകത്തിലേക്കാണ്. ആ കുറ്റവാളികളിൽ നിന്ന് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ അത് കുഫറിൽപ്പെടുന്നതാണ്. എന്ത്? ദീന് പഠിക്കാതിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത്. ചില ആൾക്കാർ പഠിക്കും, 6, 5, 11 വയസ്സാകുമ്പോഴേക്ക് മദ്രസയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി അവർ പോയിട്ടുണ്ടാവും. കാരണം ചെറുപ്പത്തിലാണല്ലോ മദ്രസ പഠിക്കുക. 10 വയസ്സാകുമ്പോൾ പഠിച്ച ഒരു കാര്യം നമുക്ക് എത്രയാണ് ഓർമ്മ ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ അത് അന്ന് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ കാലം കഴിയുമ്പോൾ അതിൽ തെറ്റ് കടന്നു കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഓതുന്നതിലോ പലതും അബദ്ധങ്ങളുണ്ടാവും. പലതും നമുക്ക് ആ പറഞ്ഞ വിഷയങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, എന്താണ് ഈ പറയുന്നതിലൊന്നും. അതിനനുസരിച്ച് ജീവിച്ചാൽ മതിയോ ഒരു മുസ്ലിം? പോരാ, അവൻ്റെ മരണം വരെ അവൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. പല ആൾക്കാരുടെ സംസാര ശൈലിയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ തോന്നുക ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് കുട്ടികൾക്കാണ് എന്നുള്ളതാണ്. കുട്ടികളോട് ഓതിക്കോളൂ, വായിച്ചോളൂ, ഓതിക്കോളൂ, വായിച്ചോളൂ എന്നിങ്ങനെ വീട്ടിൽ നിന്ന് കൽപ്പനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊന്നും വേണ്ടേ? മുതിർന്ന ആൾക്കാർക്ക് ഇത് ഓതാൻ പാടില്ലേ? പഠിക്കാൻ പാടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയത് 40-ാം വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള ആളുകൾ റസൂലുള്ളാഹിനെക്കാളും പ്രായമുള്ളവരുണ്ടായിരുന്നു, സമപ്രായക്കാരുണ്ടായിരുന്നു, കുറവുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് അൽ ബഖറ പഠിച്ചത് 57 വയസ്സാകുമ്പോഴാണ്. മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ വയസ്സ് കൂട്ടി നോക്കിയാൽ 60-നോടടുത്ത സമയത്താണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഒട്ടകത്തെ അറുത്തൊരു സദ്യ ഉണ്ടാക്കി. അന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും കാണാതെ പഠിക്കലല്ല, മറിച്ച് അതിൻ്റെ പൂർണ്ണമായ ആശയവും തഫ്സീറും അത് അമലിലൂടെയുള്ള പഠിക്കലാണ്. അപ്പോൾ ആ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ പാർട്ടിയൊക്കെ ഉണ്ടാക്കും പലപ്പോഴും, സമ്മാനം, അവാർഡ് ദാനം. ചുരുക്കം പറഞ്ഞാൽ ഈ പഠനം അവരൊക്കെ നടത്തിയത് 50, 60, 70 ഒക്കെ വയസ്സാകുന്ന സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്ര സഹാബിമാർ വന്നത്, പ്രായം ചെന്ന ആൾക്കാർ വന്നു. റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ചൊല്ലാൻ കിട്ടണില്ല. അപ്പോൾ റസൂലിനെ അവരെ സമാധാനിപ്പിച്ചതൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അവർക്കൊരു അയറാബി നാടൻ സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പഠിപ്പിക്കേണ്ട ദിക്റൊക്കെ ചൊല്ലിക്കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, കുറേ കേട്ടിട്ട് പറഞ്ഞു, ഇന്നീല ഹുസ്നു ദന്തനത്തക്ക വലാ ദന്തനത്ത മുആദ്. അപ്പോൾ അദ്ദേഹം ഖുബാ പള്ളിൻ്റെ അടുത്താണ് താമസം. അവിടെ ഇമാമായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവായിട്ടാണ് മൂപ്പര് റസൂലിൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹിൻ്റെ ഹദറത്തിലെത്തി. റസൂലുള്ളാഹി പറഞ്ഞു മനസ്സിലാവണില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയണോ മനസ്സിലാവണില്ല, വലാ ദന്തനത്ത മുആദ്, മുആദ് പറയണ പെറുപെറുക്കലും മനസ്സിലാവണില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു, പിന്നെ എന്താണ് സഹോദര നിങ്ങൾ പറയണത് നിസ്കാരത്തിൽ? ഞാൻ തക്ബീർ കെട്ടിയാൽ അപ്പോൾ അള്ളാഹിനെ പ്രകീർത്തിക്കും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറയും. അപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇയാൾക്ക് അത്രേ ചൊല്ലാൻ കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞതെന്നൊക്കെ തന്നെയാണ്, നിങ്ങൾ ഈ പറയുന്ന കാര്യം തന്നെയാണ് ദിക്റിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് വിട്ടു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല അവരോട് പഠിക്കേണ്ട എന്നുള്ളത്, മറിച്ച് പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്യാണ് അവരുടെ കൂടെ. അതുകൊണ്ട് ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് പ്രതിഫലമുണ്ട്. അത് തപ്പിത്തടഞ്ഞ ഓതുന്ന ആൾക്കാർക്കോ ഇരട്ടി പ്രതിഫലം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതിനുവേണ്ടി ശ്രമിച്ചതിൻ്റെ പ്രതിഫലം കൂടി അവർക്ക് കൂടുതലുണ്ട് എന്നാണ്. അപ്പോൾ ഇസ്ലാം ദീനിൻ്റെ പ്രത്യേകതയാണിത്. ഇത് ഇൽമിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇത് വേണ്ട, ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക ലേൺ ദ ഖുർആൻ കോഴ്സിൽ, അല്ലെങ്കിൽ ഹദീസ് കോഴ്സിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക പഠന കോഴ്സിൽ ദിറാസത്തുദ്ദീൻ, ദീന് പഠനം നമുക്ക് വേണ്ട എന്നൊരാൾ മനസ്സിൽ സങ്കല്പിച്ചാൽ അവൻ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, സ്റ്റെപ്പായി 1-2 വർഷത്തിനുള്ളിൽ അവൻ എത്തിപ്പെടുക, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, കുഫറിലേക്കായിരിക്കും. പക്ഷെ അവനറിയില്ല. പലപ്പോഴും അവൻ പറയുന്ന തമാശകൾ കുഫറിലാണ് എന്നവൻ അറിയണില്ല. അവൻ്റെ നിലപാടുകൾ കുഫറിൻ്റേതാണ് എന്നവൻ അറിയുന്നില്ല. അറിയാതെ അതിലേക്ക് പോയി ചാടും. അതുകൊണ്ട് ദീന് പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതതിൻ്റെ ഒരു ഭാഗമാണ്, ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾക്കതിന് ചില മര്യാദകളും പിന്നെ ആദാബുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ദീന്, അതിന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അതിൻ്റെ ആദാബുകൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിലൂടെ കണ്ണോടിക്കുന്നത് നല്ലതാണ്. വ്യവസ്ഥാപിതമായി റെഗുലറായി പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്ലാതെ ഇതേപോലെയുള്ള മജ്ലിസുൽ ഇൽമുകളിലൊക്കെ വന്ന് ക്ലാസ് കേൾക്കുന്ന ആളുകളും. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, നീ എന്താവുക? ഒരു ആലിമാവുക, അല്ലെങ്കിലോ ഒരു പഠിതാവാവുക. വലാ തകുൻ ജാഹിലൻ,
നീ ഒരു പടുജായിലായി മാറരുതെന്ന്. ഒരു അറിവില്ലാത്ത നമ്മൾ നാടന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു അരനൂറ്റാണ്ട് മുമ്പ് നമ്മളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ. ഇസ്ലാഹി പ്രബോധനം എത്താത്ത എല്ലാ പ്രദേശങ്ങളും അങ്ങനെയായിരുന്നു. ഇസ്ലാഹി പ്രബോധനം എത്തുന്നതിന് മുമ്പുള്ള ഒരു 100 കൊല്ലം മുമ്പുള്ള അവസ്ഥ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ദീനീ വിജ്ഞാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഉലമാക്കളുടെ കുടുംബത്തിൽ മാത്രം കേന്ദ്രീകരമായിരുന്നു. വേറെ ആൾക്കാർക്കൊന്നും അറിയില്ല. അവർക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ തന്നെ ഈ മാലപ്പാട്ടൊക്കെ കേട്ട് പഠിച്ചത് അവർ കേട്ട് ചൊല്ലുക എന്നുള്ളതല്ലാതെ വേറെ ദീനുമായിട്ടൊരു അറിവില്ലാത്തൊരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിലേക്ക് അവരെങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഈ ദീനീ പഠനം ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അതിൽ ശ്രദ്ധ കൊടുത്തില്ല. ആ ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. പല സാമൂഹിക ചുറ്റുപാടുകളൊക്കെ അതിന് കാരണങ്ങളായിരിക്കാം. കൃഷിപ്പണിയും മറ്റൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. സാമ്പത്തികമായി ഞെരുക്കം, എവിടെ ഒരുമിച്ച് കൂടാൻ സ്ഥലമില്ല, പള്ളികളില്ല, സ്ഥാപനങ്ങളില്ല, മദ്രസ പോലും ഇല്ലല്ലോ. അതൊക്കെ തുടങ്ങിയതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഈ ഇസ്ലാഹി പ്രവർത്തനങ്ങളൊക്കെ വരുന്ന കാലത്ത് എങ്ങനെയാണ് മദ്രസ തുടങ്ങിയത്, അതിനൊക്കെ എതിരായിരുന്നു എന്നാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ തന്നെ. കാരണം ഖുർആൻ ഇങ്ങനെ ചോക്കുകൊണ്ട് എഴുതിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ താഴെ വീണു, പിന്നെ നമ്മൾ നടക്കുമ്പോൾ അതിൽ ചവിട്ടും. അപ്പോൾ അതൊക്കെ കുറ്റാണെന്നുള്ള ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ പരിഹസിക്കേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ്. അമലിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ഒരു 10-40 വയസ്സായ ആൾക്കാരെ നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. 40 വർഷം മുമ്പൊക്കെ നോമ്പ് വെക്കുന്ന ആൾക്കാർ കുറവാണ്. റമദാനല്ലേ, വെള്ളിയാഴ്ചയൊക്കെയാണ് കാര്യമായിട്ട് ആൾക്കാർ നോക്കുക. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മുതിർന്ന ആൾക്കാരെ കണ്ടിരുന്നത് അങ്ങനെയാണ്. 25 രാവിലെ, ബദരീങ്ങളാണ്ടിന് അന്നൊക്കെയാണ് നോൽമ്പ് വെക്കുക. ചിലപ്പോൾ വെള്ളിയാഴ്ചയെന്ന് അറിയാതെ നോൽമ്പ് വെക്കാൻ മറന്നിട്ട് പോകും. പിന്നെ പള്ളിക്ക് എത്തുമ്പോഴാണ് അന്ന് വെള്ളിയാഴ്ചയായിട്ട് നോൽമ്പ് വെക്കാൻ മറന്നല്ലോ. ഭൂരിഭാഗത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അവിടേക്ക് അവരെത്തിയത്. ഇപ്പോൾ അത് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. എങ്ങനെ നമ്മൾ ആ രൂപത്തിലേക്ക് മാറി? ഒരു വശത്ത് നമ്മളുടെ ഇടയിലുണ്ടായ ഉത്ബോധനവും പഠനങ്ങളുമാണ്. അപ്പോൾ ഇൽമ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ മതത്തിൽ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിലോ അവർ എന്താണ് ഇസ്ലാം ദീൻ, എന്താണ് മറ്റ് ആചാരമെന്ന് തിരിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും. പണ്ട് വാജ്പേയി പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 92കളിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മാതൃകയാക്കേണ്ടത് ഇന്തോനേഷ്യയിലെ മുസ്ലിമീങ്ങളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? മുസ്ലിം രാജ്യം ഇന്തോനേഷ്യയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് അത്ഭുതത്തോടു കൂടി വായിച്ചിരുന്നത്. എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത്? അതിൽ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണല്ലോ. പിന്നീട് ഇന്തോനേഷ്യക്കാരുമായി അടുത്ത് ഇടപഴകാനും ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യാനൊക്കെ അവസരം കിട്ടിയപ്പോഴാണ് അവർ ശരിക്ക് ഒരു പകുതി സാധാരണക്കാരും ഹിന്ദുക്കളെ പോലെയാണ് അവരുടെ ആചാരങ്ങൾ. അവരുടെ വിമാനത്തിൻ്റെ പേര്, ദേശീയ വിമാന കമ്പനിയുടെ പേര് ഗരുഡ എന്നാണ്. ഞാൻ ആ വിഷയത്തിലൂടെ പോയ കുറേ പോകും. സുക്കാർണോ പുത്രി, പല പേരുകളുണ്ട്. അപ്പോൾ നമ്മളെക്കാളും അവനാണ് ഈ മഹാഭാരത രാമായണമൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളിത് കേട്ടിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടില്ലല്ലോ. പല പ്രസംഗത്തിലൊക്കെ ആരെങ്കിലും അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉദ്ധരിക്കുന്നല്ലാതെ ഇവനത് വ്യവസ്ഥാപിതമായി പഠിച്ചാൽ വന്നിട്ടുള്ളത്. പഞ്ചശീല തത്വങ്ങൾ പലതും എനിക്ക് ചൊല്ലിത്തരും. ഇതൊക്കെ എവിടുന്നാണ് പഠിച്ചപ്പോൾ മദ്രസയിൽ പഠിക്കുകയാണ്. രാവിലെ മദ്രസയിൽ ഇതാ പഠിപ്പിക്കുന്നത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദീനിലേക്ക് നിങ്ങൾ മാറണം എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ മുൻ പ്രധാനമന്ത്രി നമ്മളെ ഉപദേശിച്ചത്. അവരെങ്ങനെ അവിടേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളത് ഷാഫി മദ്ഹബാണ്, അശരീ തരീഖത്താണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഉലമാക്കളുടെ സംഘമാണ് അവിടെ ഉള്ളത്. ഇസ്ലാഹി ദൗത്യം അവിടെ വളരെ വൈകിയാണ് എത്തിയത്. അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാരിലൂടെയും പ്രബോധകന്മാരിലൂടെയൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. മാപ്പിള രാമായണവും മൗലൂദും നബീസത്തൊക്കെ മാലയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സങ്കര മതം. അപ്പോൾ ആർക്കും എതിർപ്പില്ലല്ലോ. കാരണം ദീനിൻ്റെ അതിർവരമ്പുകൾക്കനുസരിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദീന് നമ്മൾ പഠിക്കാതിരുന്നാൽ അത് നമ്മളെ മതത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദീനിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആയത്തുകളിലൂടെ അതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അള്ളാഹു തആല ചോദിക്കുകയാണ്, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ? മറുപടി, തുല്യാവൂല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അവനെ ഭയപ്പെടുന്നത്, ഖുശൂ ഉള്ളത് ഉലമാക്കൾക്കായിരിക്കും. അതായത് ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുക, ഇബാദത്തുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ പരിപൂർണ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ഉലമാക്കളാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധാരണക്കാരെന്ന് പറയുന്നത് ശരിയല്ല, അറിവില്ലാത്ത ആളുകൾ അമല് ചെയ്യുമ്പോൾ അത് ശരിയായിക്കൊള്ളുന്നില്ല. ഒരു ആബിദിൻ്റെയും സാഹിദിൻ്റെയും കഥ എല്ലാവർക്കും അറിയാലോ. 99 ആളെ കൊന്നിട്ട് എനിക്ക് തോപ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആബിദ് എന്ത് പറഞ്ഞു? എൽബില്ലാത്ത ആബിദ് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ തോപ കിട്ടാനാ, 99 ആളെ കൊന്നില്ലേ? അപ്പോൾ അയാൾ 100 തയ്ച്ചിട്ട് പിന്നെ അങ്ങനെ നടക്കുകയാണ്. പിന്നെയാണ് അയാൾ ഒരു ആലിമിനെ കണ്ടുമുട്ടുന്നത്.
അയാൾ പറഞ്ഞു, നിങ്ങൾക്കും അള്ളാഹുവിനിടയിൽ മറയിടുന്നത് എന്താണ്? ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കും, നിങ്ങൾ പശ്ചാത്തപിച്ച് ജീവിക്കുക. പക്ഷെ അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു, നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചാൽ ആൾക്കാരെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രദേശം വിട്ട് വേറെ സ്ഥലത്ത് പോയി ജീവിക്കുക. നല്ലൊരു പ്രദേശം പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് അയാളുള്ള യാത്രയിൽ അയാൾ മരണപ്പെട്ടു എന്നാണ്. അയാൾ വീണപ്പോൾ അയാളുടെ നെഞ്ച് ആ ഹിജറ പോകാൻ നിന്ന നാട്ടിലേക്ക് വീണു. അങ്ങനെ മലായികത്തുർ റഹ്മത്ത് അയാളെ കൊണ്ടുപോയി, അയാളുടെ ആത്മാവ് എന്നൊക്കെ സഹിയായ ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ആലിമിൻ്റെയും ആബിദിൻ്റെയും വ്യത്യാസതാണ്. ആലിമിൻ്റെയും ആബിദിൻ്റെയും വ്യത്യാസതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സുകളിലുണ്ടാവും. പിന്നെ ഖുശൂവും അതേപോലെ തന്നെ ഈ പിന്നെ ഭക്തിയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇൽമില്ലാത്ത ആളുകൾ അവർ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് സംഗതികൾ, അത് പലപ്പോഴും തെറ്റിലേക്കാണ് നയിക്കുക. അവരുടെ ഇബാദത്തുകൾ ശരിയാവാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ഡിതന്മാർ പറയാറുള്ളത്, ഇൽമുള്ള ഒരു ആലിമാണ് 1000 ആബിദുകളെക്കാളും പിശാചിനെ അസ്വസ്ഥമാക്കുന്നത്. ഇൽമുള്ള ഒരു ആലിമ്, അയാൾക്ക് വലിയ ഇബ്ലീസിന് വലിയ പ്രയാസമാണ് ആലിമിന്. അതുകൊണ്ട് ഉലമാക്കളുടെ തലയിലേക്ക് പിശാചുകൾ കൂടുതൽ വരികയും ചെയ്യും. ആ വഴിയിൽ ഒരുപാട് ഫിത്നകൾ പിശാച് ഉണ്ടാക്കുകയും ചെയ്യും. അത് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇൽമിൻ്റെ പ്രാധാന്യം ഈ ആയത്തുകൾ വ്യക്തമാണ്. വേറെയും ആയത്തുകളിലൂടെ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുകയും ഉലമാക്കൾക്ക് നമ്മളത് വകവെച്ചു കൊടുക്കുകയും വേണം. സാധാരണ ആളുകൾ, ബാക്കിയുള്ള ആളുകൾ, ഉലമാക്കൾ പരസ്പരവും അല്ലാത്തവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അവർക്ക് ജനങ്ങളോട് ബാധ്യതയുണ്ട്, അള്ളാഹുവിനോട് ബാധ്യതയുണ്ട്, അവർ പഠിച്ച ഇൽമിനോട് ബാധ്യതയുണ്ട്. അവർ ശരിയായ രൂപത്തിൽ ഇൽമു പഠിക്കണം. അതിന് ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഇഖ്ലാസ് വേണമെന്നുള്ളതാണ്. നമ്മളൊക്കെ ഇൽമു പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഇതല്ലാത്ത സദസ്സുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിൽ വേണ്ടത് ഏത് ഇബാദത്തിനെയും പോലെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന നിയ്യത്തോടു കൂടിയാണ് ഒരാൾ പോകുന്നതെങ്കിൽ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അബൂദർദായുടെ ഹദീസിൽ, ഇമാം തുർമുദി ഉദ്ധരിച്ച, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് കാണാൻ പറ്റും. അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. അയാൾക്ക് വേണ്ടി വാനലോകത്തുള്ള മലായികത്തുകൾ, സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ, ഭൂമിയിലുള്ള ജിന്നുകളും ഇൻസുകളും അല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിങ്ങനെയുള്ള പള്ളികളിലൊക്കെ ആകുമ്പോൾ അതിന് വേറെയും പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്ന ആളെപ്പോലെയാണ് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇതിന് പഠിക്കുന്നത്. മലായികത്തുകളുടെ ഹാജരാവും, അവിടെ കൂടിയ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും എന്നൊക്കെ ഹദീസുകളിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് അതിന് ഉദ്ദേശശുദ്ധിയാണ്, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ആരെയും ജയിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ എനിക്ക് പരലോകത്ത് വിജയം ലഭിക്കാൻ വേണ്ടിയാണ്. ദീനിനെ സംബന്ധിച്ച് അറിവ് കരസ്ഥമാക്കി അതനുസരിച്ച് ജീവിക്കാനും അത് ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താനും എന്നുദ്ദേശിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാത്ത മറ്റൊരു ചിന്തയും അവൻ്റെ മനസ്സിലേക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇൽമ് തേടിയാൽ മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹാ വജ്ഹല്ലാഹ് ലിയുമാരി ബിഹാ സുഫഹാ ഔ ലിയുജാരി ബിഹൽ ഉലമാ, പണ്ഡിതന്മാരൊപ്പം നടക്കാൻ വേണ്ടിയും അല്ലാത്തവരെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ടും പഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് വിഡ്ഢികളായ ആൾക്കാരോട് തർക്കിക്കുക, അല്ലെങ്കിൽ പണ്ഡിതന്മാരോടുള്ള കുതർക്കം നടത്തുക. മുമാറാത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, കുതർക്കങ്ങൾ നടത്തുക, അങ്ങനെ കോലാഹലം ഉണ്ടാക്കുക. അതിപ്പോൾ ലൈവായിട്ട് വേണമെന്നില്ല, സദസ് ഫിസിക്കലായിട്ടല്ല. ഇപ്പോൾ ഒക്കെ എവിടെയുള്ളത് ഓൺലൈനുകളിലാണ്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചർച്ച നടത്തുക, അതിന് വേണ്ടി എന്തെങ്കിലും വായിച്ചു നോക്കുക, ആ കിട്ടി അവിടെ കൊണ്ട് എഴുതുക. ഇത്തരത്തിലുള്ള പഠനം ഉണ്ടല്ലോ, അത് ഇസ്ലാം ദീൻ വിലക്കിയതാണ്. ശരിയായി പഠിച്ച ആളുകളാണ് അത് ചെയ്യേണ്ടത്, അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. അപ്പോൾ ഇൽമ് നമ്മൾ പഠിക്കേണ്ടത് അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഇഖ്ലാസോട് കൂടിയാണ്. അങ്ങനെ ആരെങ്കിലും അതനുസരിച്ച് പുറപ്പെട്ടാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. രണ്ടാമത്തത്, ഇൽമ് കരസ്ഥമാക്കുന്നതിനനുസരിച്ച് അയാളിൽ പരിവർത്തനം വേണം. ഒന്നാമത് ഖശിയത്ത് അവന് വേണം. അത് കിട്ടിയ ആൾക്ക് ഇൽമ് കിട്ടുന്നതിനനുസരിച്ച് ഖുശൂ, അള്ളാഹുവിനോടുള്ള ഭയഭക്തി അവന് വേണം. അവസാന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അവസാനത്തിലുള്ളത് ഖുശൂ ഇല്ലാത്ത ഉലമാക്കളെ പറ്റിയാണ്. അത് ഇസ്ലാം ദീനിനെ ഏറ്റവും കൂടുതൽ തകർക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉമർദാനു പറഞ്ഞ ചില ഹദീസുകളത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് സല്ലത്തു ആലിം, ഉലമാക്കളുടെ പിഴവ്, എന്നിട്ട് ആൾക്കാരത് തുടരുക, ആളുകളെ മുഴുവൻ വഴികേടിലാക്കും. അതേപോലെ ജിദാലു മുനാഫിഖും ബിൽ ഖുർആൻ, മുനാഫിക്കുകളുടെ ഖുർആൻ വെച്ചിട്ടുള്ള ചർച്ച, അത് ഞാൻ ദീനിനെ നശിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതൊക്കെ ദീനിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആലിമിന് എന്ന് പറഞ്ഞൊരു പ്രത്യേക വേഷമോ കോലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദർജയ്ക്കോ എത്തേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പഠിച്ചാൽ അതനുസരിച്ച് അമല് ചെയ്യും, അതാണ് വേണ്ടത്.
ആ ഖുശൂഅോടുകൂടി ആയിരിക്കണം. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും, ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഇതിന് മുമ്പ് തന്നെ അറിവ് ലഭിച്ച ആളുകൾ, ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, ഈ ആയത്തുകൾ കേൾക്കേണ്ട മാത്രയിൽ അവർ സുജൂദിൽ വീഴും കരഞ്ഞുകൊണ്ട്, വയബ്കൂൻ, അവർ കരയുമെന്നാണ്. മഹാനായ താബീങ്ങളുടെ നേതാവ് ഇബ്രാഹിം തൈമി റഹ്മത്തുള്ളാഹി പറയാറ്, ആരെങ്കിലും ഇൽമ് കരസ്ഥമാക്കി ആ ഇൽമ് കൊണ്ട് അയാളുടെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണീര് വരുന്നില്ല, മുഴുവൻ തമാശകളും കോമഡികളും പിന്നെ പരിഹാസങ്ങളും മറ്റുള്ളവനുള്ള ഖണ്ഡനവും മണ്ഡനവും അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒന്നും അയാളുടെ മനസ്സിന് ഒരു ഖുശൂ കിട്ടാനുള്ളതല്ലെങ്കിൽ ലഹലീക്കുൻ അല്ലാ യഹ്സുല ഇൽമൻ നാഫിയ, അവന് നാഫിയായ ഇൽമ് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ നാഫിയായ ഇൽമ് കിട്ടിയ ആളുകൾ പല സന്ദർഭങ്ങളിലും അവർക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, പക്ഷേ ഈ ഖുശൂ അവരിൽ വർദ്ധിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഖുശൂ വർദ്ധിക്കാത്ത തരത്തിലുള്ള ജീവിത രീതിയാണ് ഒരാൾക്കുണ്ടാകുന്നതെങ്കിൽ അവന് ഈ നാഫിയായ ഇൽമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ സംഗതി, അതിന് ക്ഷമ ആവശ്യമാണ്. ചില ആളുകൾ ഉറങ്ങണമെങ്കിൽ ഉറക്കഗുളിക കൊടുക്കേണ്ടി വരും, പലപ്പോഴും ചോദിക്കും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി വിധേയനാക്കും. അങ്ങനത്തെ ആളുകളൊക്കെ മജ്‌ലിസുൽ ഇൽമിൽ വന്നിരുന്നാൽ ഒരു മല അയാളുടെ തലയിലേക്ക് വന്ന പോലെ ഉറക്കം വരുന്നത് കാണാൻ പറ്റും. കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ കാരണം? അതാണ് ഇബ്ലീസിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അയാളൊന്ന് സ്വസ്ഥമായി നിൽക്കുമ്പോൾ എൻ്റെ ഉറക്കക്കുറവിന് കാരണം അതാണ്. പലജാതി സംഗതികളെ ആലോചിക്കൊണ്ടാണ് ഉറക്കമില്ലാത്തത്. അപ്പോൾ ഈ മജ്‌ലിസ് ഇൽമിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വേറെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ ഒരു 5 മിനിറ്റ് മുമ്പേക്ക് ഉറക്കം വരിക, അല്ലാതെ വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇബ്ലീസിൻ്റെ വസ്വാസുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ക്ഷമ ആവശ്യമാണ്. ഉറക്കമുള്ള സമയത്ത് ഉറങ്ങണം, പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അത് മുതിർന്നവരും ചെറിയ കുട്ടികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചൂടും തണുപ്പും വെയിലും മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പ്രത്യേക ഒരു സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ തന്നെ പഠിച്ചുണ്ടാക്കണം. അങ്ങനെ പഠിച്ച് നമ്മൾക്ക് എത്തിച്ചതുകൊണ്ടാണ് ഈ ഇൽമു ഇവിടെ എത്തിയത്, ഈ ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അതൊക്കെ കോളേജ് കുട്ടികൾ പഠിക്കട്ടെ. അഫ്ദലുൽ ഉലമക്കാർ ഇപ്പം അങ്ങനെ സാധനം ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഇപ്പം ഉണ്ടോ? അഫ്ദലുൽ ഉലമ നമ്മളൊക്കെ പഠിച്ചിരുന്ന ഇങ്ങനെ മാറ്റം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവരെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കുക, നമ്മൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ പ്രായം ചെയ്യുന്ന ആൾക്കാർക്കും പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹായിമാരുടെയൊക്കെ അറിയാലോ സംഭവങ്ങളൊക്കെ. പ്രായം ചെയ്യുന്ന ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ലാഹിരി മദ്ഹബുകാരനായിരുന്നു, പക്ഷേ വലിയ ആലിമായിരുന്നു. ഖുർആൻ, ഹദീസ്, പിന്നീട് സഹാബിമാരുടെയും താബീങ്ങളുടെയും ആസാറുകൾ ഇത്ര ആഴത്തിൽ പഠിച്ച ഒരു ആലിമിനെ നമുക്ക് കാണാൻ പറ്റും. വളരെ വൈകിയാണ് അദ്ദേഹം, 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചതാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ച രൂപത്തിൽ മനപ്പാടാക്കുകയും അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം വളരെ വൈകിയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഉലമാക്കളെ വളരെ രൂക്ഷമായി അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് വിമർശിക്കും. അല്ലാഹു പുറത്തു കൊടുക്കണം. അങ്ങനെ ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത്തെ സംഗതി ലാഹിരി മദ്ഹബുകാരനായിരുന്നു. ലാഹിരി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഖുർആനോ ഹദീസോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേറെ ഒരു വ്യാഖ്യാനം ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ചില അബദ്ധങ്ങളിലും അദ്ദേഹം പോയി പെട്ടിരുന്നു. അത് വലിയ തമാശയാണ്. അതൊക്കെ പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ അബദ്ധങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുകയോ അതിൽ കുളിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈച്ചൻ്റെ ഹദീസ് പോലെ. ഈച്ചൻ്റെ ഹദീസ്, ഈച്ച വീണാൽ അത് കുടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെന്താ? ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ അങ്ങേയറ്റത്ത്, ഞങ്ങളപ്പുറത്ത് പിന്നെ ഊട്ടിയുള്ളത്, പാലയമാട് കഴിഞ്ഞിട്ട് പിന്നെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നത്. അവിടെയൊക്കെ ചെറുപ്പത്തിൽ ആളുകളൊക്കെ വനത്തിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട്. അവരെ കയ്യിൽ അല്പം അവല് പിന്നെ ശർക്കരയൊക്കെ ആയിട്ട് അവർ പോവുക. ജോലി കഴിഞ്ഞിട്ട് അവിടെ തന്നെ മലയിൽ നിന്ന് പിന്നെ കരി എടുക്കുക, അതേപോലെ തേനെടുക്കുക, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വല്ല ശർക്കരയും പഞ്ചസാരയൊക്കെ പോയി അവിടെ പോയി തുറക്കുമ്പോൾ അല്ല ഈച്ചയും വന്നിരുന്ന് എന്താ ചെയ്യുക? അതറിഞ്ഞാൽ പിന്നെ എന്താ തിന്നുക? ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞതാണ്. റസൂലുള്ളാഹി ജീവിക്കുന്ന കാലത്ത് അറേബ്യയിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു അപൂർവ വസ്തുവാണ് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ. അതിൽ പോയി ഒരു ഈച്ച വീണാൽ ഞാൻ ഗ്ലാസ് എറിയണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്? അത് ഗ്ലാസ്സും ഇല്ല, വല്ല പാത്രമായിരിക്കും ഉണ്ടാവും. അത് കുടിക്കാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അത് കുടിക്കാം. കാരണം ഈച്ചനെ മറ്റേ ചെറുക്ക് മുക്കിയിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഒരു ഈച്ച എവിടെയെങ്കിലും വീണെന്ന് പറഞ്ഞാൽ അവിടേക്ക് ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് പോയിട്ട് അത് കലക്കി കുടിക്കാൻ പറഞ്ഞതല്ല. ഇപ്പോൾ ചില ആൾക്കാരെ പ്രസംഗം കേട്ടാൽ അങ്ങനെ മനസ്സിലാവുന്നത്, അതിനെ പരിഹസിക്കുന്ന ആൾക്കാർ, അത് പറഞ്ഞതല്ല. പല ജീവിത സാഹചര്യത്തിലും മനുഷ്യൻ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഈച്ച ഇരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
നിനക്ക് കുടിക്കാൻ വേറെ വെള്ളമില്ലെങ്കിൽ അല്ലെങ്കിൽ അത് കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന നിർദ്ദേശമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ മനസ്സിലാക്കിയത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുകയും പിന്നെ കുളിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ചിരട്ടയിലോ ഒരു പാളയിലൊക്കെ മൂത്രമൊഴിച്ചിട്ട് അതിൽ കൊണ്ട് അതിലേക്ക് പോയാലും തിരക്കടൊന്നുമില്ല. ഒരാൾ ചിരട്ടയിൽ മൂത്രമൊഴിച്ച് വെച്ചു, അത് മറിഞ്ഞിട്ട് ഈ കെട്ടിയിരിക്കുന്ന വെള്ളത്തിൽ ചാടി അതിലേക്ക് വീണു, എന്നാൽ അതിൽ കുളിക്കാമെന്നാണ്. കാരണം റസൂൽ പറഞ്ഞാൽ എന്താ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചിട്ട് കുളിക്കാൻ പാടില്ല എന്നല്ലേ, ഒഴുകുന്ന വെള്ളത്തിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കിയത് ആ ഖുർആനും ഹദീസും അങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞല്ലോ, നേർക്കുനേരെ. അപ്പോൾ നേർക്കുനേരെ മൂത്രമൊഴിക്കാതെ വല്ല കവറിലോ പാത്രത്തിലൊക്കെ മൂത്രമൊഴിച്ചത് അതിലേക്ക് തട്ടി മറിഞ്ഞ് വീണ് കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിൽ അത്ര കണിശമായിട്ടുള്ള മനസ്സിലാക്കലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇൽമ് തേടിയതിൻ്റെ 19 വയസ്സായിട്ടാണ്. അവിടെ അന്ദുലുസ്, ഇന്നത്തെ ആധുനിക സ്പെയിനിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇസ്ലാമിക പിന്നെ ഖിലാഫത്തുകൾ നമ്മളെപ്പോലെ 10-800 കൊല്ലം ഭരിച്ച സ്ഥലമാണ്, 500 വർഷത്തിലേറെ. പിന്നെ അവർ തകർത്തതൊക്കെ തമ്മിലടിച്ചിട്ടാണ്. അതൊക്കെ വലിയ 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 വിഷയങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ പിന്നെ ഇബ്നു ഹസം ഒരിക്കൽ പള്ളിയിലേക്ക് പിന്നെ ഒരു ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നു. ആ പള്ളിക്ക് ഇരിക്കുന്നത് കണ്ടു ജനാസ നിസ്കരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആരോ ഒരാൾ കാരണവർ പറഞ്ഞു, പള്ളിക്ക് കയറിയ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കണ്ടേ. ഇദ്ദേഹമാണെങ്കിൽ അവിടെ വലിയ സമ്പന്നൻ്റെ മകനുമാണ്, ആര്, ഇബ്നു ഹസം. അപ്പോൾ അദ്ദേഹം കേട്ട് എഴുന്നേറ്റ് നിസ്കരിച്ചു. പിന്നെ ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ അസറിന് ശേഷം ആദ്യം തന്നെ കയറിയിട്ട് 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ സമയത്ത് നിസ്കാരം പാടില്ലാത്ത സമയമാണെന്ന് എനിക്കറിയില്ലേ. അപ്പോൾ അദ്ദേഹം ഇറക്കി പുറപ്പെട്ടതാണ്. എപ്പോഴൊക്കെയാണ് നിസ്കരിക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പിന്നെ എന്തായി മാറി, ഞാനീ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് അദ്ദേഹത്തിനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതനായി അദ്ദേഹം മാറി. പക്ഷേ ഈ അദബ് മര്യാദയൊക്കെ ശരിക്കും ശീലിക്കാത്ത രൂപത്തിലായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ വിമർശിക്കുകയല്ല, അതിൻ്റെ കുറവ് മറ്റു പണ്ഡിതന്മാരെക്കാളും അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം ലാഹിരി ചിന്താഗതിയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചെറിയ പ്രായക്കാർക്ക് മാത്രമല്ല ആർക്കും പഠിക്കാം. സഹായിമാരുടെയൊക്കെ ചരിത്രം അതാണ്. അതിന് വളരെ വലിയ ത്യാഗം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾക്കൊക്കെ യൂണിറ്റിൽ ക്ലാസ് ഉണ്ടായാലേ നമുക്ക് വിജയിപ്പിക്കേണ്ടതുള്ളൂ എന്നാണ്. വിജയിപ്പിക്കലല്ല, നമ്മളാണ് ശരിക്കും വിജയികളാവുന്നത്. അതിന് വേണ്ടിയിട്ട് ലേശം പിന്നെ സമ്പത്ത് ചെലവഴിക്കുക, അല്ലെങ്കിൽ ത്യാഗം സഹിക്കുക, സമയം ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മൊബൈലിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതില്ലേ. അതുകൊണ്ട് ഇതിനൊക്കെ ഇപ്പോൾ കുറവാണ് ആൾക്കാർ. മുന്നത്തെ പോലെ ദൂരത്തേക്കൊന്നും പോകാൻ ആർക്കും പിന്നെ ഇപ്പോൾ സമയമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർ ഈ ഇൽമൊക്കെ കരസ്ഥമാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം നടന്നിരുന്ന സഹാബിയാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഹറാം അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച 7 സഹാബിമാരിൽ ഒരു സഹാബിയാണ്. ആയിരക്കണക്കിന് ഹദീസ് ഉദ്ധരിച്ച സഹാബിമാരിൽപ്പെട്ടതാണ്. അദ്ദേഹം ഒരു ഹദീസ് കേട്ടു. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്ന് പറയുന്ന സഹാബിയാണ് ആ ഹദീസ് പറഞ്ഞത് എന്ന് അദ്ദേഹം കേട്ടു. മഹ്ശറയിൽ ആളുകളെ തുണിയില്ലാതെ ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ അദ്ദേഹം ഞാനിത് കേട്ടിട്ടില്ലല്ലോ, ജാബിർ താലിക്ക് പറയാൻ. എവിടെയാണ് അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ഉള്ളത് അല്ലെങ്കിൽ ഉനൈസ് ഉള്ളത്? അദ്ദേഹം ദമസ്കസിലാണ്. അങ്ങോട്ട് ഒരു ഒട്ടകത്തിനെ വാങ്ങി അങ്ങോട്ട് യാത്ര പോയി തിരിച്ചു വന്നു. ആ ഹദീസ് മനപ്പാടാക്കി വന്നു. 1 മാസത്തെ വഴിദൂരം അല്ലെങ്കിൽ 2 മാസത്തോളം അദ്ദേഹം യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് ഈ ഹദീസ് ഉറപ്പുവരുത്തിയത്. അദ്ദേഹം കാണാൻ പോകുന്നതൊക്കെ വലിയ ആവേശകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ എത്തിയിട്ട് ഇരിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും നിൽക്കണില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഹദീസ് നിങ്ങളല്ലാതെ ഒരാളും പറയുന്നത് കേട്ടിട്ടില്ല. ഭൂമുഖത്ത് നിങ്ങളല്ലാതെ ഈ സംഭവം ആർക്കും ഓർമ്മയില്ല. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇത് കേട്ടിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ഉദ്ദേശിച്ച് വന്നതാണ്. ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാതെയാണ് അദ്ദേഹം വരുന്നത്. മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് യാത്ര ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് തിരിച്ച് അദ്ദേഹം അവിടെ ഇരിക്കാതെ പോകുന്നതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ഇമാം ബുഖാരി, സഹീൽ ബുഖാരിക്ക് ആളുകൾക്ക് ചെണ്ടമാരിയാണെന്ന്. ഇമാം ബുഖാരി എന്നൊക്കെ കേട്ടാൽ അങ്ങനെ പിന്നെ എന്താ ഈ ബുഖാരി നമ്മളെ മാരിയല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെയാണോ? നമ്മളെ പോലെയാണോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബഗ്ദാദിലും ഖുറാസാനിലും അതേപോലെ ഇസ്ലാമിക് കൂഫയിലും ബസറയിലൊക്കെ യാത്ര ചെയ്തതിൻ്റെ എണ്ണം എനിക്ക് ഓർമ്മയില്ല എന്നാണ്. ആയിരക്കണക്കിന് പ്രാവശ്യം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ നടന്ന് ഹദീസിന് വേണ്ടി അതിൻ്റെ സിഹത്ത് ഒക്കെ പഠിച്ചുകൊണ്ട് ലേശം പ്രയാസമുള്ള സംഗതിയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ രൂപത്തിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. നടന്നുകൊണ്ടാണ് യാത്ര. പല സ്ഥലങ്ങളിലേക്കും നടന്നു പോയിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ജോലി ചെയ്യും, ചിലപ്പോൾ കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ 1-2 ദിവസം കഴിച്ചു കൂട്ടിയിട്ട് ആ കാശ് വെച്ചാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇമാം അബ്ദുർ റസാഖ് സനാനി അദ്ദേഹം കാണാൻ വേണ്ടി പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് വരികയാണ്, ബഗ്ദാദിൽ നിന്ന്. അങ്ങനെ മക്കയിലെത്തി ഹജ്ജ് ചെയ്തു. അപ്പോൾ അവിടെ അബ്ദുർ റസാഖ് സനാനി ഹജ്ജിന് വന്നിട്ടുണ്ട്. അവിടെ വെച്ച് കണ്ടു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദീസ് നിങ്ങളിത് പഠിക്കാൻ നിയത്താക്കിയത് സന്നായിൽ വെച്ചിട്ടാണ്, അതുകൊണ്ട് അവിടുന്ന് ആവാം ഹദീസ് ചർച്ച. ഇത് മഞ്ചേരിയിൽ 32 എന്ന് പറയുന്ന പോലെ അല്ല, 1000 കിലോമീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്താലാണ് സന്നായിലേക്ക് എത്തുക. അവിടുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ, ഇങ്ങനെയുള്ള യാത്രകളാണ് അവർ നടത്തിയിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വിരൽത്തുമ്പിലുണ്ട്. പ്രഭാഷണങ്ങൾ, പീസ് റേഡിയോ, അതല്ലാത്ത ഒരുപാട് സംഗതി. ഇപ്പോൾ അറേബ്യയിലൊക്കെ മക്കയിലും മദീനയിലൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഏത് രാജ്യത്തു നിന്നും ഏത് സമയത്തും നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യാം. പണ്ഡിതന്മാർ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അങ്ങനെയുള്ള ഒരു ഇൽമ് തുറന്നു വെക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് അതിലേക്കല്ല പോകാൻ താല്പര്യം. വേറെ പല രീതികളും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കാണാനുള്ള പൊളിറ്റിക്സ് ആവാം, സാമൂഹികമായിരിക്കാം, കൃഷിപാഠങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റ് വൃത്തികെട്ട സംഗതികളാവാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജ്ഞാനത്തിന് വേണ്ട മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷമയാണ്. ക്ഷമയിലൂടെ മാത്രമേ കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ക്യാപ്സ്യൂള് മാതിരി ഒറ്റ ഗുളിയോടുകൂടി എല്ലാ കാര്യവും പഠിക്കാൻ നടക്കില്ല. അത് പണ്ഡിതന്മാരുടെ അടുക്കൽ പോവുകയും അവരുടെ മുന്നിൽ ഇരിക്കുകയും അവരിൽ നിന്ന് അദബ് പഠിക്കുകയും അതിൻ്റെ കൂടെ ഇൽമു പഠിക്കുകയും വേണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. അദബില്ലാതെ ഇൽമു പഠിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. ഇൽമില്ലാത്ത അദബുകൊണ്ട് കാര്യമില്ലാത്ത പോലെ തന്നെയാണ്. അതിൻ്റെ പ്രയോജനം കുറവായതിലേറെ വലിയ അപകടമാണ് അദബില്ലാതെ ഇൽമു പഠിച്ചാൽ. അത് സമൂഹത്തിന് വലിയ ഉപദ്രവം ഉണ്ടാക്കും. അതുകൊണ്ട് ക്ഷമയിലൂടെ മാത്രമേ ഇൽമു കരസ്ഥമാവുള്ളൂ. അങ്ങനെ ഇൽമു കരസ്ഥമാക്കിയ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഇൽമിനോട് ചില ബാധ്യതയുണ്ട്. അള്ളാഹുവിനോടുണ്ട്, അവരുടെ സ്വന്തം ശരീരത്തിനോടുണ്ട്, ഉമ്മത്തിനോടുണ്ട്. അത് പാലിച്ചുകൊണ്ടായിരിക്കണം ഇൽമു കരസ്ഥമാക്കിയ ഉലമാക്കൾ ജീവിക്കേണ്ടത്. പൊതുജനങ്ങളോട് അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പഠിച്ച ഇൽമു അവർക്ക് സത്യസന്ധമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ പഠിച്ച കാര്യങ്ങൾ സത്യസന്ധമായി എത്തിച്ചു കൊടുക്കുക. കഴിവിൻ്റെ പരമാവധി. ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചു, അയാൾ ഇൽമു മറച്ചു വച്ചാൽ നരകത്തിൽ ചെങ്ങല കൊണ്ട്, അല്ലെങ്കിൽ നരകത്തിൻ്റെ ചെങ്ങല കൊണ്ട് അയാളെ ബന്ധിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇൽമു മറച്ചു വെക്കാൻ പാടില്ല. എല്ലാ ഇൽമും എല്ലായിടത്തും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഒരാൾ നമ്മളോട് ചോദിച്ചു പഠിക്കേണ്ട വിഷയമാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. ചില സംഗതികളൊക്കെ ചില ഭരണാധികാരികളൊക്കെ സഹായിമാരോടൊക്കെ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് എന്നെ ഗോത്രക്കാരെ കൊന്നത്? അപ്പോൾ ഇയാൾ വലിയ ക്രൂരനായ ഭരണാധികാരിയാണ്, അയാൾക്ക് അതുകൂടി കിട്ടിയാൽ നമ്മൾ പറയാറില്ല തമാശയിൽ, കുരക്കിന് ഏടി കൊടുത്ത പോലെ. അപ്പോൾ അയാൾ ആ രൂപത്തിൽ കൊല്ലും എന്ന് കേട്ടപ്പോൾ അത് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ് ആ ശിക്ഷകൾ. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ മറച്ചു വെക്കേണ്ടത് സാന്ദർഭികമായിട്ടുണ്ടായേക്കാം. അതല്ലെങ്കിൽ ദീനിൻ്റെ ഹുക്കുമുകൾ മറ്റൊരാളെയും ഭയപ്പെടാതെ, അതുകൊണ്ട് ഫിത്നയൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതിലേക്ക് നയിക്കലാണ് പണ്ഡിതന്മാരിൽ നിന്ന് അള്ളാഹു വാങ്ങിയ കരാറ്. അത് അഹ്ലു കിതാബിൽ നിന്ന് അള്ളാഹു വാങ്ങിയിരുന്നു. ലതുബയ്യിനുന്നഹു ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. വലാ തക്തുമൂനഹു, നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. ഫനബദൂഹു വറാഅ ദുഹൂരിഹിം, പക്ഷേ അവരിൽ ഭൂരിഭാഗം ആളുകളും അതിനെ വലിച്ചെറിഞ്ഞു. അവരുടെ അമാനത്ത് അവർ പൂർത്തിയാക്കിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ആലിമുകൾ, ഉലമാക്കൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. അതവരുടെ ബാധ്യതയാണ്. അത് പഠിപ്പിക്കുമ്പോൾ അവർ സ്വീകരിക്കേണ്ട ശൈലി ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് റബ്ബാനിയത്ത് എന്ന് പറയുന്നത്, റഹ്ബാനിയത്തല്ല. ലോകത്തുള്ള എല്ലാ സമൂഹവും നശിച്ചത് റഹ്ബാനിയത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത് വമാ കാന ലി ബശരിൻ അൻ യുഅ്തിയല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ ثم يقول للناس كونوا عبادا لي من دون الله. അല്ലാഹു ഒരു പ്രവാചകനോ ഒരു നബിക്കോ റസൂലിനോ വഹി നൽകിയ ശേഷം നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് എന്നെ ഇബാദത്ത് ചെയ്തോളൂ എന്നൊരു നബിയും പറയുന്ന പ്രശ്നമില്ല. വലാകിൻ കൂനൂ റബ്ബാനിയീൻ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. മറിച്ച് അള്ളാഹു അവരോടൊക്കെ പറഞ്ഞത് നിങ്ങൾ ഈ പാതിരിമാരായി മാറാനല്ല, പുരോഹിതന്മാരായി മാറാനല്ല. വലാകിൻ കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബിൻ്റെ ആളുകളായി മാറുക. അതെങ്ങനെയാണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാരതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് ആരാണ് റബ്ബാനി എന്നുള്ളത്. ഒന്നാമതായി അല്ലദീന യുഅല്ലിമൂനൻ നാസ സിഗാറൽ ഇൽമി ഖബ്ല കിബാരിഹ. അതിൻ്റെ തഫ്സീർ ഒന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ജനങ്ങൾക്ക് ആവശ്യമായ കൊച്ചു കൊച്ചു വിജ്ഞാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഇമാമിൻ്റെ പേരുകൾ, ഇപ്പോൾ സമകാലീനായ ഒരു ഇമാമിൻ്റെ പേര് പറഞ്ഞു നോക്കും. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് സൗദി അറേബ്യയിലുണ്ടായിരുന്ന ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്, ഒരുപക്ഷെ മറ്റു മദ്ഹബുകാർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ടായിരുന്നു. കേരളത്തിലൊക്കെ എല്ലാ അവാന്തര വിഭാഗങ്ങളും പറ്റ കടുത്ത ഷിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ആളുകളല്ലാത്തവരൊക്കെ അദ്ദേഹത്തിന് ചെവി കൊടുക്കാറുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കിതാബ് ഏതാണെന്നറിയോ? അദ്ദുറൂസുൽ മുഹിമ്മ ലി ആമ്മത്തിൽ ഉമ്മ എന്നാണ്. സാധാരണക്കാർ മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ 14 പേജുണ്ട്. ഓരോ പേജിലും ഓരോ പാഠമാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഒതു മുറിയുന്ന കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഷഹാദത്ത് കലിമ, അതിൻ്റെ വിശദീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. റബ്ബാനികളായ ഉലമാക്കളുടെ പ്രത്യേകത. അതല്ലാതെ ജനങ്ങളെ ആകെ ആശയക്കുഴപ്പാകുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുകയും അവരുടെ ദീനിന് ഫസാദാവുന്ന രൂപത്തിൽ ചർച്ച നടത്തുകയും ചെയ്യല്ല. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന്. അതല്ല, മറിച്ച് വലാകിൻ കൂനു റബ്ബാനിയീൻ. രണ്ടാമത്തെ ഒരു സ്വഭാവം പറഞ്ഞത്, ഒന്ന് പറഞ്ഞത് ചെറിയ ഇൽമു പഠിപ്പിക്കുക വലിയ ഇൽമിന് മുമ്പ്. അപ്പോൾ അടിസ്ഥാന പാഠങ്ങളൊക്കെ പഠിച്ച് ഈമാനൊക്കെ കുറച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാം, മറ്റ് ഖിലാഫാത്തുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ അസിലോട് ഉറച്ചല്ലോ. ഇതൊന്നും പഠിക്കാതെ ആദ്യം തന്നെ കേൾക്കുന്ന പ്രസംഗം എന്താ? വിജനസ്ഥലത്ത് പോയാൽ എന്താ ചെയ്യേണ്ടിയെന്നുള്ള ചർച്ച ചെയ്യണമ്പോൾ ആകെ കേൾക്കണം. ആകെ ആശയക്കുഴപ്പത്തിലാവും ചിലപ്പോൾ. എന്താണ് ഇപ്പോൾ ഈ മറഞ്ഞ വഴി, എന്താണ് ഈ തെളിഞ്ഞ വഴി എന്നൊക്കെ കേട്ടിട്ട് കൺഫ്യൂഷൻ ആക്കാനല്ല. മനുഷ്യന്മാർ പല രൂപത്തിലുണ്ടാവും. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തന്നെ പഠിത്തല്ലേ കേട്ടത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അതിനും നമ്മളാരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ആലിമുർ റബ്ബാനി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉലമാ ഉർ റബ്ബാനിയീൻ എന്ന് പറഞ്ഞ ആളുകളുടെ വിശേഷണം ഒരേ സമയം പണ്ഡിതനും പഠിതാവുമാകും. ഇതാണ് ഉലമാക്കളുടെ ഒക്കെ സ്വഭാവം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ വയസ്സാം കാലത്ത് പേനയും പെൻസിലായിട്ട് ഓടുകയാണ്. നമ്മളെപ്പോലെ പോക്കറ്റ് കുത്തണ പേനയിലല്ലേ ഉള്ളത്, മെഹ്ബറ ആണുള്ളത്. മെഹ്ബറ എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം കൂർപ്പിച്ചിട്ട് അത് ഈ കളറ് പൊക്കിയിട്ട് എഴുതുകയാണല്ലോ. അപ്പോൾ അതും പിടിച്ചിട്ട് ഓടുന്നുണ്ടപ്പോൾ അവർ ചോദിച്ചു, നിൽക്കൽ എവിടേക്കായി ഓടുന്നത് ഈ വയസ്സാം കാലത്ത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, മരണക്കട്ടിൽ വരെ വേണ്ട സംഗതിയാണ് പഠനമെന്നാണ്. ഇമാം അത്താ ഒരിക്കൽ പറഞ്ഞു, ഞാനിപ്പോൾ ഹദീസ് കേൾക്കുകയാണ്. ഈ ഹദീസ് ഇവരെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം അത് കേട്ടിരിക്കുകയാണ്. ഇന്ന് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. തുടർച്ചയായ ആ പഠനവും പ്രബോധനവും. അപ്പോൾ ഉലമാ ഉർ റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം അവർ വിദ്യാർത്ഥികളെ പോലെയാണ്. ഇമാം അഹ്മദ് ഒരിക്കൽ പറഞ്ഞത്, ആ സംഭവത്തിൽ അദ്ദേഹം പറയുന്നത്, എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഹദീസ് ഇനിയും ഞാൻ കേട്ടിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓടിയത് എന്ന്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും എൻ്റെ അടുത്തിപ്പോൾ അഫ്ദൽ ഉലമ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, നമ്മൾ പഠിച്ചതൊക്കെ ഏറ്റവും ചെറുതാണ്. മൂസാ നബിയുടെ ഖദറിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? സൂറത്ത് അൽ കഹ്ഫിൽ ദീർഘമായി പറഞ്ഞിട്ട് സഹീഹ് ബുഖാരി കാണാൻ പറ്റും. അവസാനം രണ്ടാളും പിരിച്ചു, ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇന്നതാണ് കുട്ടീനെ കൊന്നത്, ഇന്നതിനാണ് മതിൽ എന്നാക്കിയ, ഇന്നതിനാണ് കപ്പലിൽ ഓട്ടുണ്ടാക്കിയ, ഇന്നതിനാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ കപ്പലിൻ്റെ അതിൻ്റെ അറ്റത്ത് തോണി, അതിൻ്റെ അറ്റത്തൊരു കുരുവി വന്നിരുന്നു. അത് വെള്ളം കടലിൽ നിന്നൊരു ലേശം വെള്ളം കുടിച്ചു. അപ്പോൾ ഖദർ പറഞ്ഞു കൊടുത്തു, കണ്ടോ മൂസ, ഈ ബഹറിൽ നിന്ന്, ഈ സമുദ്രത്തിൽ നിന്ന് എത്രയാണ് ആ കുരുവി കുടിച്ചത്, അത്രയാണ് ഭൂമുഖത്ത് അല്ലാഹു മനുഷ്യന്മാർക്ക് കൊടുത്ത ഇൽമ്. അതിൻ്റെ ഒരു അംശമാണ്, ഒരു തണുപ്പാണ് നമ്മളൊക്കെ കിട്ടിയത്. നിങ്ങൾ ഇൽമ് കണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഈ പരീക്ഷ എന്തിനാ മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തത്? മൂസാ നബിക്ക് ഈ ട്രെയിനിങ് കോഴ്സ് കൊടുത്തത് എന്തിനാ? മൂസാ നബി അലൈഹി സ്വലാം ബനൂ ഇസ്രായേലിനെ വിളിച്ചു കൂട്ടിയിട്ട് ഉപദേശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉപദേശം കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതം. വഹിയാണല്ലോ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ചോദിച്ചു, മൂസ ഏറ്റവും വലിയ ആലിമാരാണ്? അപ്പോൾ മൂസാ നബി സത്യം പറഞ്ഞു. ആരാണ്? വഹി കിട്ടണ മൂസാ നബി തന്നെ, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് എന്താ പറയേണ്ടത്? അല്ലാഹു അഅലം, അല്ലാഹു അഅലം എന്നാ പറയേണ്ടത്. അല്ലാഹു ആണ് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. ഞങ്ങളൊക്കെ അഫ്ദൽ ഉലമ പഠിക്കുമ്പോഴേ അമാനി മൗലവിയുടെ തഫ്സീർ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് തഫ്സീറൊക്കെ വായിച്ചു നല്ല ഉഷാറാണ്. അവസാനം അല്ലാഹു അഅലം. എന്താ മൗലവി ആകെ ഫസാദാക്കിയോ എന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു അഅലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞോക്കപ്പോൾ തഫ്സീർ പറഞ്ഞോക്കപ്പോൾ എന്തായി എന്നുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കുട്ടിക്കാലത്ത്. അങ്ങനെയല്ല, ഇതാണ് അദബ്. അത് അദബാണ്. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഇൽമ എത്രയേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. അപ്പം മൂസാ നബിക്ക് ഈ ട്രെയിനിങ് കോഴ്സിൻ്റെ അവസാനം ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഇത്ര മാത്രം ഇൽമേ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ഇപ്പം ചില ആളുകൾ എന്താ ജെയിംസ് വെബോ എന്തോ ഒരു ക്യാമറ വിട്ടിട്ട് ലോകം മുഴുവൻ കോപ്പി സ്ക്രീനിലാക്കിയിട്ട് അയക്കണ പരിപാടിൻ്റെ ഇതൊക്കെ കേൾക്കണം. അല്ലാഹു അഅലം. അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അവർ ചോദിക്കുന്നത്
നമ്മളുടെ ഇസ്ലാം ദീനിലാകെ ഈ ഭൂമി മാത്രമേ കണ്ടിട്ടുള്ളൂ, ഭൂമിയും ആകാശങ്ങളെന്ന് പറഞ്ഞു. അവിടെയുള്ള സംഗതിയൊക്കെ നമ്മളിപ്പോൾ കണ്ടെത്തി പറഞ്ഞ് ശരിയാന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളാ കണ്ട ഇൽമും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇൽമും ഒക്കെ ഖുർആനിൽ ചുരുക്കി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രസക്തമായത് ഈ പറഞ്ഞ ആയത്തിലുള്ളതാണ്. അപ്പോൾ ഫൗക കുല്ലി ദി ഇൽമിൻ അലീം, നിങ്ങൾ എത്ര പഠിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആലിമുണ്ട്. അതാണ് ISROൻ്റെ ചെയർമാനായിരുന്ന ഒരു മലയാളി, ഇപ്പം അദ്ദേഹമാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ വേറെ മനുഷ്യന്മാർ വേറെ സ്ഥലത്തുണ്ടാവുമോ, ഈ ലോകത്തിനൊരു അന്ത്യം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പല ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത് പ്രസക്തമല്ല എന്നാണ്. കാരണം നമ്മളുടെ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡയമെൻഷനിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഒരാൾ ഒരു വലിയ ഹാളിലേക്ക് ഒരു ചെറിയ ഒരു ഹോളിലൂടെ ഇങ്ങനെ നോക്കി, അപ്പോൾ അയാൾ എന്താ കാണുന്നത്? അതിലൊരു ഭാഗം മാത്രം അയാൾ കണ്ടു, അത്രയേ ഉള്ളൂ. അത് മാത്രമേ കണ്ടിട്ടുള്ളത് എന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏറ്റവും അറിവുണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ എന്ന് മനസ്സിലാക്കിയ ഒരാളുടെ മറുപടിയാണ്. പക്ഷേ ഇത് അവിടെ ഇവിടേക്ക് കേട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ വലിയ ആലിമികളായി അഭിനയിക്കാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഇൽമ് അത് പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അത് പ്രചരിപ്പിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും ഇൽമ് തികയുന്നില്ല. അത് ആര് ദർസിൽ പറഞ്ഞാലും അത് കേൾക്കുക, സമയമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും, പുതിയ പുതിയ അറിവ് നമുക്ക് ലഭിക്കും. അയാളിൽ നിന്നുള്ള അപാകത മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണർത്താം. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയോജനം അതിനുണ്ട്. അപ്പോൾ ക്ഷമയെപ്പോലെ തന്നെ മറ്റുള്ള ഒരു സംഗതിയാണ് ഈ റബ്ബാനിയത്തായ സ്വഭാവം പണ്ഡിതന്മാർക്കുണ്ടാവുക എന്നത്. നമ്മൾ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക, കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ അപ്പം ചില പ്രശ്നങ്ങളുണ്ട്. ഈ ആഫത്തുൽ ഇൽമ്, ആപത്ത് എന്ന് പഴയ മലയാളത്തിൽ പറയാറുണ്ടായിരുന്നല്ലോ, ഈ പഴുതാര പിന്നെ ചെലന്തി മറ്റൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവണേ. അങ്ങനെ ചില സംഗതികൾ ഇൽമിനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് പള്ളിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി. അവിടെ എത്തിയപ്പോൾ സഹാബിമാർക്കിടയിൽ ഖുർആനിലെ ഖിറാഅത്തിനെ പറ്റി അവർ ചർച്ച നടത്തുക. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ അത്? അപ്പോൾ ഖിറാഅത്തിനെ പറ്റിയുള്ള ചർച്ചയാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലെ ഖിറാഅത്ത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി അവരവിടുന്ന് ഓടിപ്പിച്ചു. ഇഖ്റഉൽ ഖുർആന മഖ്തലഫത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം രഞ്ജിപ്പിലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ മതി. നിങ്ങളെ അബിഹാദ ഉമിർത്തും, നിങ്ങളെ ഇതിനാണോ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. അവരുടെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാവുന്ന പരിപാടികളുമായിട്ട് നടക്കാൻ പാടില്ല. മറിച്ച് ഈ ദീനിൻ്റെ പ്രത്യേകത തന്നെ വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഒരേ ഒരു റബ്ബ്, ആ റബ്ബിനെ ആരാധിക്കുക. കൂനു ഇബാദുല്ലാഹി ഇഖ്വാന, ഏകോദര സഹോദരന്മാരെ പോലെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ാണ് അഭിപ്രായ വ്യത്യാസത്തിനുള്ളതെന്ന് തോണ്ടി മാറ്റി നോക്കിയിട്ട് അയ്മ കടിച്ചു കൂടിയിട്ട് രണ്ടാവാനല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് പരമാവധി എങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റും, അതല്ലാതെ നടക്കൂല. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഇസ്ലാമിക ലോകത്ത് പറ്റിയിട്ടുള്ള ഏതൊക്കെ സമയത്ത് മുസ്ലിം ലോകം ദുർബലമായിട്ടുണ്ടോ ആ സമയത്തൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കും, അവിടെ കാണാൻ പറ്റും. അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ ഭിന്നതകളും ചെറിയ ചെറിയ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളുമാണ് അവരെ നശിപ്പിച്ചത്. അതിൻ്റെ പേരിലുള്ള ചർച്ചകളിലൂടെ അതല്ല, നമ്മളോട് തൗഹീദിൽ ഒരുമിച്ച് നിൽക്കാനും അതിനെ ശക്തിപ്പെടുത്തുവാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ രണ്ടഭിപ്രായമായിരിക്കും. കുറേ സമയം കഴിഞ്ഞാൽ ഒരു വിഷയത്തിനെ പറ്റി ഇന്ന് വായിച്ചു, നമ്മൾ ഇനി 15 കൊല്ലം കഴിഞ്ഞ് വായിച്ചു നോക്കിയാൽ നമുക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് മാറും നമ്മളുടെ ചിന്ത. അവർ രണ്ടാൾക്കാരായാലും അതിൽ അതിലൊക്കെ വിരലിട്ട് വലുതാക്കിയിട്ട് പിന്നെ ഒരിക്കലും ഇരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആക്കാൻ പാടില്ല. മറിച്ച് നമ്മളോട് പറഞ്ഞത് ഈ റബ്ബാനിയായ ഉലമാക്കളുടെ സ്വഭാവം പകർത്താനാണ്. ശരിയായ രൂപത്തിൽ ഇൽമു പഠിക്കുക, പകർത്തുക, അത് പ്രചരിപ്പിക്കുക, അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് അവരെ ആ എത്തിച്ചു കൊടുക്കുമ്പോൾ ആപത്തുകൾ ഒഴിവാക്കുക. ചില ആളുകൾക്കും അങ്ങനെ ഉണ്ടാവും. പണ്ഡിതന്മാർ എന്താണ് സാധാരണക്കാരോട് പറയേണ്ടത് എന്ന് മനസ്സിലാക്കാതെ അവർ വസ്വാസാക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ആളുകൾ പ്രസംഗം നിർത്തുക, അല്ലാതെ ചെയ്യാൻ. ഒരാൾക്കത് പറ്റൂലെങ്കിൽ ഒരു ഡോക്ടർ ചികിത്സ നടത്തിയാൽ, ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്, ഒരു ഡോക്ടർ ചികിത്സ നടത്തി ഒരുപാട് പിഴവ് വരികയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ രാജാവിൻ്റെ കൽപ്പന വരണം, രാജാവ് കൽപ്പിക്കണം, ഭരണാധികാരി നിർബന്ധമായി വളരെ വിലക്കണം, ഇവ ചികിത്സിക്കാൻ പാടില്ല, അവർ പിഴവ് പറ്റുന്നുണ്ട്. ഒരു കമ്പനി റോഡുണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞാടുകയാണ്, മുമ്പരുണ്ടാക്കിയ പാലം പൊളിഞ്ഞാടുകയാണ്. അപ്പോൾ എന്താ വേണ്ടത്? തൽക്കാലം എൻ്റെ പാലം പണി നിർത്തിക്കണം. ഒരു പ്രസംഗിച്ചോ എല്ലായിടത്തും ആശയക്കുഴപ്പാണ്. എന്താ വേണ്ടത്?
അത് ഇങ്ങനെ ക്ലിപ്പാക്കി പ്രചരിപ്പിക്കുക. നിങ്ങൾ ഇനി പ്രസംഗം നിർത്തിക്കില്ല, നമുക്ക് വേറെ വല്ല ജോലിയൊക്കെ തരാം, ഓഫീസ് വർക്കോ എന്തെങ്കിലുമൊക്കെ തരാം, അല്ലെങ്കിൽ ജീവിതമാർഗത്തിന് വേറെ വല്ലതൊക്കെ ജോലി നോക്കുക, അല്ലാതെ ഈ ഫീൽഡിലേക്ക് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തൽ ഭരണാധികാരി ചെയ്യേണ്ടതാണ്. അപ്പോൾ പിഴവ് വരുന്നവരെ നിർത്തുക, അല്ലാതെ ചെയ്യാനാ? സമൂഹത്തിനെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അലാ ഉഖ്ബിറുക്കും ബിൽ ഫഖീഹ് ഹഖൽ ഫഖീഹ്, ശരിയായ ഫഖീഹ് പണ്ഡിതൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അല്ലദീന ലാ യുഖന്നിതൂന അന്നാസ മിൻ റഹ്മത്തില്ല. അയാളുടെ പ്രസംഗം കേട്ടാൽ ഇനി അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രയാസപ്പെടാൻ പാടില്ല ജനങ്ങൾ. വലാ യുഅമ്മിനുഹും മിൻ മക്രില്ല, അള്ളാഹിൻ്റെ അദാബൊന്നും ഒരു പ്രശ്നമില്ല, അത് ദീനൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് നെവർ മൈൻഡ് ആക്കണ സ്വഭാവക്കാരും ആകാൻ പാടില്ല. ഒരു പ്രഭാഷകൻ്റെ പണ്ഡിതൻ്റെ ദർസ് പ്രസംഗം കേട്ടിട്ട്. അപ്പോൾ അതിനിടയിലായിരിക്കണം, ശരിയായ രൂപത്തിലായിരിക്കണം സംസാരിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയും അതേപോലെ കക്ഷിത്വം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുക ചില ആളുകൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതാണ്. അതൊരിക്കലും ഒരു ആലിമിൻ്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ വഹ്യ് പ്രവാചകന്മാരിലൂടെ എത്തിച്ചു തന്നത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന ആൾ പറഞ്ഞു അയാളുടെ മദ്ഹബ്, ഇതൊക്കെ ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചതാണ്, ഞങ്ങളെല്ലാവരും ഊരമ്മ കെട്ടണമെന്നാണ്. ഊരമ്മ കെട്ടുക എന്ന് പറഞ്ഞാൽ അരയിൽ ഒരു ബെൽറ്റ് മാതിരി ഒരു സാധനം കെട്ടുക, അത് മഞ്ഞ ബെൽറ്റ്. അപ്പോൾ അതിൻ്റെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. വേറെ കുറേ ആൾക്കാർ പച്ച തുണിയാണ് കെട്ടിയിട്ടുള്ളത്, അരക്കെട്ട്. അപ്പോൾ അതിൻ്റെ ഷെയ്ഖിൻ്റെ ആൾക്കാരാണ്. എന്നിട്ട് അവർ തമ്മിൽ പിന്നെ അടി, മഞ്ഞക്കാരാണോ പച്ചക്കാരാണോ വെള്ളക്കാരാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഈ മദ്ഹബുകളുടെ ചിന്താഗതിക്കാർ, പല അഭിപ്രായ വ്യത്യാസക്കാരും, ഒരേ മദ്ഹബ് തന്നെ പിന്നെ വേറെ കുറേ തരീഖത്തുകൾ. അപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ദീന് പഠിക്കുക, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ എന്നെ ഷെയ്ഖിൻ്റെ ആളാണ് എന്നെ മുരീദാണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ഉണ്ടാക്കാൻ പാടില്ല. മറിച്ച് അത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ദീനിൽ ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി തന്നെ അതിലെ ശരിയും തെറ്റും പഠിപ്പിച്ചു കൊടുക്കുക. അതിന് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമുക്ക് പഴയ കാലത്ത് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. അതൊക്കെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ അതിൻ്റെ സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി പണ്ഡിതന്മാരോട് സമൂഹത്തിന് ചില ബാധ്യതകളുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, വളരെ ഈ വിഷയം ഷോർട്ട് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. വിശദമായി ഇനി അവസരങ്ങൾ നിങ്ങൾക്ക് പറയും, സംസാരിക്കുന്ന ആളുകൾ കേൾക്കാൻ പറ്റും. പണ്ഡിതന്മാരോട് നമ്മൾക്കും ചില ബാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പഠിപ്പിക്കുന്ന ഇൽമ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ അവരായിരിക്കണം സമൂഹത്തിനെ ഉമ്മത്തിനെ നയിക്കേണ്ടത്. ആര്? പണ്ഡിതന്മാർ. അപ്പോൾ ഒരു വെള്ളത്തുണിയൊക്കെ കെട്ടിയിട്ട് ഞാൻ ആലിമ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രസിഡന്റ് ഞാനാവണം എന്ന് പറഞ്ഞ് വരണമെന്നല്ല ഈ പറഞ്ഞത്. ഈ ഉമ്മത്തിനെ നയിക്കുന്ന ആളുകൾ ആരായിരിക്കണം? ഇൽമുള്ള ആളുകളായിരിക്കണം. അത് ദീനിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും. സഹീഹ് ബുഖാരി കാണാൻ പറ്റും, വാസില ബിൻ അസ്കാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. അപ്പോൾ അസ്ഫാൻ എന്ന് പറയുന്ന മക്കയിൽ നിന്നൊരു 50-50 കിലോമീറ്റർ 100 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമുണ്ട് മദീനൻ്റെ ഭാഗത്തേക്ക്. അവിടെ വന്ന് സ്വീകരിച്ചു നാഫിയ ബിൻ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന താബി. അദ്ദേഹം ആയിരുന്നു മക്കയിലെ ഗവർണർ. ഉമർ റളിയല്ലാഹു ഖലീഫ മക്കയിലെ ചുമതല ലഭിച്ചിരുന്നത് നാഫിയ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്. എന്തോ കാര്യത്തിന് വന്ന് സ്വീകരിച്ചതോ മറ്റോ ഇനി ഉമർ ഇബ്നുൽ ഖത്താബിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നോ എന്നറിയില്ല. ഏതായാലും സഹീഹ് ബുഖാരി പറയാണ്, അപ്പോൾ 100 കിലോമീറ്റർ ദൂരത്തേക്ക് വരണമെങ്കിൽ അവിടെ ആരാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് സ്വീകരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, നിങ്ങളവിടുന്ന് പോന്നിട്ട് ആരാ അവിടെ മക്കത്തുള്ളത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഇബ്നു അബ്സയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാനം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? ഇബ്നു അബ്സ. അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് മക്കയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഹിജ്റ പോയി അവിടെ വന്നിട്ടില്ലേ ഉള്ളൂ. അവിടെ എല്ലാവരും അറിയാം, എല്ലാവരും തറവാട്ടുകാരും അറിയാം, എല്ലാ കുട്ടികളെയും അറിയാം അദ്ദേഹത്തിന്. അപ്പോൾ ഇബ്നു അബ്സെ അതാരാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലം മിൻ മവാലീന, അടുത്ത കാലത്ത് ഇസ്ലാമിന് കൂടിയിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, മക്കൻ്റെ അമീറായിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെയാണോ ഏൽപ്പിച്ചത്? ആര്? നാഫിയ് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നഹു ഖാരിഉൻ ലി കിതാബില്ലാഹ് വഹാഫിദുൻ ലിൽ ഫറായിദ്. അദ്ദേഹം ഖുർആൻ പഠിച്ച ആലിമാണ്, ഫറായിദിനെ പറ്റി നല്ല വിവരമുണ്ട്, ഇസ്ലാമിക ശരീഅത്തിന് നല്ല അറിവുള്ള പണ്ഡിതനാണ്. അത് കേട്ടപ്പോൾ ഖത്താബ് പറഞ്ഞു, ഇത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ.
ഈ കിതാബിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സമൂഹത്തിലെ ചില ആളുകളെ ഉയർത്തും, ഉന്നതന്മാരാക്കി മാറ്റും. വേറെ ചില ഉന്നതന്മാരായ ആളുകളെ അള്ളാഹു താഴ്ത്തും. മക്കയിലെ ഖുറൈശികൾക്ക് മേൽ ഇപ്പോൾ ഭരണാധികാരിയായിട്ട് ഒരു ദിവസമെങ്കിലും ഉണ്ടായത് ഇപ്പോൾ ആരാണ്? ഈ ഇബ്നു അബ്സ എന്ന് പറയുന്ന പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമായി ഏതോ അനറബിയായ ആൾ, അദ്ദേഹമാണ് അവരെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. നിങ്ങൾ ചെയ്തത് ശരിയായി എന്നാണ് പറഞ്ഞത്. ആര്? ഇബ്നുൽ ഖത്താബ്. അതാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളതും ആ കാര്യമാണ് എന്ന് ഇബ്നുൽ ഖത്താബ് അവർക്ക് ശരിവെക്കുകയാണ്. ബനൂ ഇസ്രായേലിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊരു നേതാവിനെ വേണം. അപ്പം എന്തേ പറഞ്ഞത്? വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക. താലൂത്തിനെ നിങ്ങൾക്കിതാ അള്ളാഹു നേതാവായി നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാജാവായിട്ടും യുദ്ധ നേതാവായിട്ടുമൊക്കെ, യുദ്ധ കമാൻഡറായിട്ട് താലൂത്തിനെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബനൂ ഇസ്രായേലിക്ക് പറ്റിയില്ല. അവർ പറഞ്ഞു, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു. ബനൂ ഇസ്രായേലിന്റെ സ്വഭാവത്തിന് അവർ പറഞ്ഞത്, എങ്ങനെയാണ് താലൂത്തിനെ നേതാവാക്കുന്നത്? ഞങ്ങളല്ലേ പരമ്പരാഗതമായിട്ട് ഇസാഖ് നബിൻ്റെ ഗോത്രം, യാക്കൂബ് നബിൻ്റെ ഗോത്രം എന്നൊക്കെ പറഞ്ഞ് അത് തർക്കിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു തആല പറയാണ്, അള്ളാഹു അദ്ദേഹത്തിന് സാദഹു ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മി, അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട്, അദ്ദേഹത്തിന് ഇൽമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് അധികാരം ഏറ്റെടുക്കാൻ, കമാൻഡറാവാൻ, മലിക്കാവാൻ യോഗ്യൻ എന്ന് ആ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. മുന്നിൽ നിൽക്കേണ്ട ആൾക്കാരായിരിക്കണം. ഇബ്നുൽ ഖത്താബ് അതിന് പറഞ്ഞ സൊല്യൂഷൻ എന്താണെന്നറിയോ? തഅല്ലമു ഖബ്ല അൻ തസൂദു. നിങ്ങൾ നേതാവാകുന്നതിന് മുമ്പ് തന്നെ പഠിക്കുക. എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് നേതാവാകാൻ നിൽക്കുന്ന ആൾക്കാരെന്ത് ചെയ്യുക? അത് നിൽക്കുന്ന ആൾക്കാരെന്ന അർത്ഥത്തിലല്ല, എല്ലാവരും പഠിക്കുക. അപ്പോൾ ആലിമുള്ള ആൾക്കാരെന്തായി മാറും? നേതാക്കന്മാരായി മാറും. അല്ലെങ്കിൽ നമ്മളെ ലിബിയയിലെ പണ്ടത്തെ നേതാവ് പറഞ്ഞ പോലെയോ, മറ്റേ മുല്ലപ്പൂ വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ലിബിയൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഖദ്ദാഫി എന്ന് പറയുന്ന, അദ്ദേഹം അറബികളുടെ കാര്യമൊക്കെ സംസാരിച്ചിരുന്നു, ആഫ്രിക്കക്കാരൊക്കെ കാര്യമൊക്കെ. പക്ഷെ അദ്ദേഹം പിന്നെ 2009-10 ഒക്കെ എന്നെൻ്റെ ഓർമ്മ, മക്കയിൽ ജംറ പാലത്തിൽ തിരക്കുണ്ടായി, 10-200 ആൾക്കാർ മരിച്ചു. അപ്പോൾ അതിൻ്റെ പറ്റിയ ദിവസം മൂപ്പരുടെ പത്രസമ്മേളനം. എന്ത് കിട്ടിയാലും സൗദി അറേബ്യയെ വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ മൂപ്പര് വിമർശിച്ചതാണ്. എൻ്റെ അടുത്ത് കിട്ടിയാൽ ഞാൻ 24 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു തരാം. അപ്പോൾ പത്രക്കാർ ചോദിച്ചത് എങ്ങനെയാണ്, മീഡിയക്കാർ എങ്ങനെ നിങ്ങൾ പരിഹരിക്കുക? മൂപ്പര് പറഞ്ഞു, 6 മാസം അറബികളും യൂറോപ്യന്മാരും ഹജ്ജ് ചെയ്യും, നോമ്പിനൊരു ഹജ്ജ്. പിന്നെ ദുൽഹജ്ജ് മാസത്തിൽ വന്നിട്ട് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഇന്തോനേഷ്യക്കാരൊക്കെ ഹജ്ജ് ചെയ്യും. അപ്പോൾ ഈ തിരക്കുണ്ടാവില്ല. അപ്പോൾ ഹജ്ജ് ഇങ്ങനെ റംസാനിൽ ഹജ്ജ് കൊണ്ടുവരാൻ പറ്റുമോ? എന്ത് ചോദിച്ചാലും മുമ്പ് അറിയാം. അതൊക്കെ എൻ്റെ കിതാബുൽ അഖ്ദർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു നോക്കില്ല, കണ്ടിട്ടുണ്ട്. ഗ്രീൻ ബുക്ക് മുമ്പൊരു പ്രത്യേക അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ ദീനിലാഹി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും പറയാൻ മാത്രം അത്ര വലിയ ബുക്കൊന്നുമല്ല, ഒരു ഡയറി മാതിരിയാണ്. ഞാനിങ്ങനെ കണ്ടു എന്നല്ലാതെ വായിച്ചത് 1-2 പേജൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ള വിവരക്കേടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഇൽമ് ഇല്ലാത്ത നേതാക്കന്മാരായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല വങ്കത്തരങ്ങളും അവർ പറയും, ആൾക്കാരെ അടിച്ചേൽപ്പിക്കും. അതില്ലാതിരിക്കാൻ നിങ്ങൾ ഇൽമ് പഠിക്കുക എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഉമ്മത്തിനെ നയിക്കേണ്ടത് ഖുർആനിൻ്റെ നസ്സ് പ്രകാരം അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല. നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കുക. അതാരാ മടക്കേണ്ടത്? വലൗ റുദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. മതകാര്യങ്ങൾ പഠിച്ച, ദീന് പഠിച്ച ആളുകളാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവരെ അതിന് വിട്ടുകൊടുത്താലല്ലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ അനുസരിക്കുകയും അവരെ തുടർന്ന് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റുള്ള ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ മൂല്യന്മാരെ കാര്യം ഏൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. അറിവുള്ള ആളുകളായിരിക്കണം ഓരോ വിഷയത്തിലും ഇടപെടേണ്ടത്. അതിന് കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക രൂപത്തിൽ ആര് വേണം? ഉലമാക്കളുടെ സാന്നിധ്യവും അവരുടെ നിർദ്ദേശവും ഉണ്ടാവണം. ഉലമാക്കൾ ആ രൂപത്തിൽ എല്ലാ മേഖലയും ഉണ്ടാവും വേണം. അത് ഞാൻ പറയാൻ മാറ്റിവെച്ച വിഷയമാണ്. മുമ്പൊരിക്കൽ മക്കയിൽ ക്ലാസ് നടന്നപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു, ഈ വിജ്ഞാനത്തെ സംബന്ധിച്ച്. അപ്പോൾ വിജ്ഞാനം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇസ്ലാം ദീനിൽ ഒറ്റ വിജ്ഞാനം മാത്രമേ ഉള്ളൂ. അത് പിന്നെ ശരീഅത്തിൻ്റെ വിജ്ഞാനമുണ്ട്, ഭൗതിക വിജ്ഞാനമുണ്ട്. ഏത് പഠിച്ചാലും പ്രതിഫലമുണ്ട്. രണ്ടിനും കൂടിയാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനത്തോടു കൂടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ദീനിപരമായ ഇൽമാണ്. പിന്നെ സയൻസ് പഠിച്ചാലും കണക്ക് പഠിച്ചാലും പിന്നെ ടെക്നോളജി പഠിച്ചാലും ഒക്കെ പ്രതിഫലമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനൊക്കെ ബാധകമാണ്.
അല്ലാതെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചതുപോലെ ദീനി എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല ഇൽമ് എന്ന് പറഞ്ഞാൽ. എല്ലാ കാര്യവും ഒരു വിശ്വാസി പഠിക്കുന്നത് അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഒരു മുസ്ലിം സമുദായത്തിലെ ഡോക്ടർമാരും വേണം, എഞ്ചിനീയർമാരും വേണം, എല്ലാ തരത്തിലുള്ള ഇൽമുള്ള ആളുകളും വേണം. അതിനൊക്കെ ഈ പറഞ്ഞ പ്രതിഫലമുണ്ട്, അവർക്കൊക്കെ അത് ബാധകമാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാളെന്നെ ഒരുപാട് ചീത്ത പറഞ്ഞ് വേറെ സ്ഥലത്ത് സംസാരിച്ചു, അറിവില്ലാത്ത ഒരാളാണ്. പിന്നെ കുറേ മെസ്സേജ് അയച്ചു, നമ്മൾ ഈ ഫിത്ന ഉണ്ടാക്കണ ഉലമാക്കളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ ബിൻ നാസിർ ഉസ്താദി ഇങ്ങനെ കിതാബിനെ എഴുതിയിട്ടുണ്ട്. സമൂഹത്തിലെ 5 മുഷ്കിലകൾ, പ്രശ്നങ്ങൾ, അതിന് പരിഹാരങ്ങൾ. ഒന്ന് മുഷ്കിലത്തുൽ എൽമ്, അറിവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ. എൽമ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കുക പള്ളി ദർസ് കിതാബ്, അല്ലാതെ കണക്ക്, സയൻസ്, ജോഗ്രഫി, ടെക്നോളജി ഒന്നും അവർക്ക് ഇൽമല്ല. അത് തെറ്റല്ല, അതിനെ ഇൽമ അറിയാത്ത ആൾക്കാരാണ് എന്ന് അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇൽമ് നമ്മൾ എല്ലാ മേഖലയിലുള്ള ഇൽമും അതിൽ ഉൾപ്പെടുന്നു. പക്ഷേ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവനെ മനസ്സിലാക്കാനും പറ്റിയ അറിവ് ആദ്യം കരസ്ഥമാക്കണം. പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ആ പറഞ്ഞു വന്നത് ഉലമാക്കളോട് സമൂഹത്തിനുള്ള ബാധ്യത ഒന്ന് അവരുടെ ഇൽമ് ഉപയോഗപ്പെടുത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉമ്മത്ത് പണ്ഡിതന്മാരോട് ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തേത് നമ്മുടെ നാവിനെയും മനസ്സിനെയും നമ്മൾ നിയന്ത്രിക്കുക. അതെല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചും നമ്മൾ ഖൈറെ വിചാരിക്കാൻ പാടുള്ളൂ. നമുക്കറിയാലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ വഖൂലു ലിന്നാസി ഹുസ്ന, നല്ല രൂപത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. നല്ല രൂപത്തിലെ ആളുകളോട് വിചാരിക്കാൻ പാടുള്ളൂ. നല്ലതേ ആളുകളെ സംബന്ധിച്ച് വിചാരിക്കാൻ പാടുള്ളൂ. ആളുകളെ പറ്റി മോശം വിചാരിക്കാൻ പാടില്ല. അത് പണ്ഡിതന്മാരോടാകുമ്പോൾ കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ്. അവർ പറഞ്ഞ വാക്കിന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക, ആരോപണം ഉന്നയിക്കുക, അവരെ പരിഹസിക്കുക, അത് നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു പ്രത്യേക വിഭാഗത്തായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. തൗഹീദും സുന്നത്തുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താം. ശിർക്ക് പ്രചരിപ്പിക്കുന്നവരെ പിന്നെ അവരും ആലിം തന്നെയാണ്. സ്വാമിമാരും സന്യാസിമാരൊക്കെ ആലിമുകൾ തന്നെയാണ്. പക്ഷേ അവരെ നമുക്ക് അള്ളാഹു പറഞ്ഞ ഈ ഇതിൽ എൽമിയായ ഈ മാന്യതകൾ അവരോട് പുലർത്താൻ പറ്റൂലല്ലോ. പക്ഷേ മനുഷ്യത്വപരമായ മാന്യത അവരോടൊക്കെ പുലർത്താം. ശിർക്ക് പ്രചരിപ്പിക്കുന്നവരോട്, കുഫർ പ്രചരിപ്പിക്കുന്നവരോടൊക്കെ മാന്യതയോടുകൂടി എല്ലാവരും പെരുമാറാം. പക്ഷേ ദീനിൻ്റെ പ്രത്യേക രൂപത്തിൽ പറഞ്ഞ റിയാസത്ത്, നേതൃസ്ഥാനം അവരെ ഏൽപ്പിക്കുക, അവരെ അനുസരിക്കുക, അത്തരം കാര്യങ്ങൾ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ പാലിക്കണം. നമ്മളുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം ആ പറഞ്ഞ കാര്യം തബീനു കദിബിൽ മുഫ്തരിയിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മയുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട്. അതായത് ഇമാം അബുൽ ഹസൻ അൽ അശരിയെ കാഫിറാക്കിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരുപാട് കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർ ഈ ഭാഗം കാഫിർ, ഈ ഭാഗം കാഫിർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ലുഹൂമുൽ ഉലമാഇ മസ്മൂമ, പണ്ഡിതന്മാരുടെ മാംസം സാധാരണ മനുഷ്യന്മാരുടെ പച്ചയിറച്ചി എന്നും പോലെയല്ല. അതിലെന്തും കൂടിയുണ്ട്, സുമ്മ് എന്ന് പറഞ്ഞാൽ വിഷം. അത് വിഷം പരറ്റ ഇറച്ചിയാണ്. മറ്റുള്ള സാധാരണക്കാരുടേത് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങളുടെ സഹോദരൻ്റെ മാംസം തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ എന്നാണ്. ചത്ത മാംസം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പണ്ഡിതന്മാരുടേതാണെങ്കിൽ ചത്ത മാംസത്തിൽ എന്തുകൂടിയുണ്ട്, വിഷം കൂടി കലർന്നതാണ്. വസുന്നത്തുല്ലാഹി ഫി ഹദ്ദി അസ്താരി മുൻതഖിസിഹിം മഅലൂമ, പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു എന്താണ് നൽകിയത് അവർക്കുള്ള ശിക്ഷ എന്നുള്ളത് ചരിത്രം അതിന് സാക്ഷിയാണ് എന്നാണ് ഇബ്നു അസാക്കിർ ദിമശ്കി പറയുന്നത്. അതിലൊന്നാമത്തേത് അള്ളാഹു അവൻ്റെ കൽബ് മരിപ്പിച്ചു കളയും. അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഹിദായത്തിലേക്കുള്ള വഴി അദ്ദേഹത്തിന് ക്ലോസാവും. അതുകൊണ്ട് ഉലമാക്കളെ വിമർശിക്കുമ്പോൾ അതിലോ ശ്രദ്ധിക്കുക. ഉലമാക്കൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചാടേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടനം മണ്ടനമൊക്കെ ഉണ്ടാവും. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാ? മദ്ഹബിൻ്റെ ഇമാമപ്പെട്ടതല്ലേ. അദ്ദേഹം മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ല. ആൾക്കാർ പിന്നീട് ഇസ്ലാമിക ലോകത്ത് 4 ഉലമാക്കളിൽപ്പെട്ട ഒരാളാണ്. ലോക മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ചു വരുന്ന ഒരു ഇമാമാണ് മാലിക് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ജീവിച്ചത് എവിടെയാണ്? മദീനയിൽ. മസ്ജിദുൻ നബവിയിൽ ഖാദിയും ഖത്തീബും മുദർരിസുമായ വ്യക്തിയാണ് ജീവിതകാലം മുഴുവൻ. അദ്ദേഹം വേറെവിടേക്കും പോയിട്ടില്ല. അവിടെ ദർസ് നടത്തി അവിടെ മരിച്ച് അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ സമകാലീനായ മറ്റൊരു ഇമാമുമായി, അവരുടെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അവർ പറഞ്ഞ് വായിച്ചു നോക്കിയാൽ പരസ്പരം
കാഫിറാക്കുന്ന വാക്കുകളാണ് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തലമുറകൾ നമ്മൾ കാണുന്നുണ്ട്. ഇമാം സയൂത്തിയും സഹാബിയും തമ്മിൽ ഭയങ്കര ഫൈറ്റ്. അത് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ കിട്ടും കിതാബുകളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു ഹസം അദ്ദേഹം പല പണ്ഡിതന്മാരെ പറ്റിയും പറഞ്ഞത് വായിച്ചാൽ നമുക്ക് പേടിയാവും, അത്ര ഗൗരവമുള്ള വാക്കുകൾ. ഇമാം തുർമുദിനൊക്കെ അദ്ദേഹം വളരെയധികം ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇമാം ദഹബി ഇത് ഇങ്ങനെയുള്ള പല ചർച്ചകളും വരുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഇമാം ഉഖൈരി ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാൻ, അമാലക്ക അക്കലുൻ യാ ഉഖൈരി, നിങ്ങൾ എന്താണ് തലച്ചോറില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് അദ്ദേഹം പിന്നീട് ആ വാചകം കോട്ട് ചെയ്തുകൊണ്ട് പറയാൻ, നിങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് സ്വർഗത്തിൽ സ്ഥാനം ഉറപ്പിച്ച ആൾക്കാരെ പറ്റിയാണ് നിങ്ങൾ ഈ ചർച്ച നടത്തുന്നത് എന്നൊക്കെ അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ പല സംഗതികളുണ്ടാവും. നമ്മളെടുത്തിട്ട് പ്രചരിപ്പിച്ച് അതിൻ്റെ പിന്നാലെ കൂടാൻ പാടുണ്ടോ? അത് പാടില്ല. കാരണം കലാമുൽ അഖറാനി ബഅദുഹും ഫീ ബഅദിൻ യുത്വാ വലാ യുർവാ, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇമാം ദഹബി പറഞ്ഞതാണ്. കലാമുൽ അഖറാൻ, സമകാലീനരായ പണ്ഡിതന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവും. അത് ഒരു ട്രേഡ് പ്രൊഫഷനിലുള്ള രണ്ടാൾക്കാർക്കിടയിൽ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. പണ്ഡിതന്മാർക്ക് മാത്രമല്ല, രണ്ട് കോൺട്രാക്ടർമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ ചില മത്സരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ശരിക്കും മനുഷ്യന്മാരാവുള്ളൂ. രണ്ട് ഡോക്ടർമാരുണ്ടെങ്കിലോ അവർക്കിടയിൽ നല്ല മത്സരം ഉണ്ടാവും, ചീത്ത മത്സരം ഉണ്ടാവും. അപ്പോൾ നല്ല മത്സരം സ്വാഭാവികമാണ്. രണ്ട് ഹോസ്പിറ്റലുണ്ടെങ്കിൽ, രണ്ട് കച്ചവടക്കാരുണ്ടെങ്കിൽ, രണ്ട് ഓട്ടോറിക്ഷക്കാരുണ്ടെങ്കിൽ, ഇതൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു ഭൂമിയിൽ വെച്ച സുന്നത്താണ്. അതിൻ്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർക്കിടയിലുണ്ടാവും. പിന്നെ ഇബ്ലീസ് കുറച്ചുകൂടി താല്പര്യം വരെ നശിപ്പിക്കാനായതുകൊണ്ട് കൂടുതൽ അവർക്കിടയിലുണ്ടാവും. അങ്ങനെയുള്ളത് വല്ലതും കേട്ടാൽ അത് യുത്വ എന്ന് പറഞ്ഞാൽ മടക്കി ചുരുട്ടിയാണ് വെക്കുക. വലാ യുർവ, പുറത്ത് പറയാൻ പാടില്ല. അങ്ങനെ വല്ലതും കേട്ടാൽ പ്രത്യേകിച്ചും ആ വാക്ക്, ഞാനത് വായിച്ചപ്പോൾ അർത്ഥം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർക്കിടയിൽ ഇത് ആശയക്കുഴപ്പമൊന്നുമല്ല, ആദർശ വ്യതിയാനമൊന്നുമല്ല, ഇത് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക, അത് ഇടപെട്ടിട്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മുസ്ലിം സമൂഹത്തിനെ പിന്നെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായതാവട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ പണ്ഡിതന്മാരെന്തെങ്കിലും പറയും, അത് ഏറ്റുപിടിച്ചിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ. അതാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഉമർ ഖത്താബിൻ്റെ വാക്കിൽ പറഞ്ഞത്, ഇസ്ലാം ദീനിനെ തകർക്കുന്നത് സല്ലത്തു ആലിം, ഉലമാക്കളുടെ സ്ഖലിതങ്ങൾ. അവർക്കൊരു തെറ്റ് പറ്റും, അയാളിനെ ചിലപ്പോൾ തിരുത്തിന്ന് വരും, പക്ഷേ പിന്നെയും വൈലുൽ അത്ബാഇ മിൻ അസറാത്തിൽ ഉലമാ, ഉലമാക്കളുടെ പിഴവുകൾ പിന്തുടരുന്ന അനുയായികൾക്ക് നാശം. അയാൾ ചിലപ്പോൾ തിരുത്തിയിട്ടുണ്ടാവും, തിരുത്തിയിട്ടില്ലെങ്കിലും അള്ളാഹിന്റെ പ്രതിഫലമായിരിക്കും. കാരണം ഇത് ഇജ്തിഹാദൽ മുജ്തഹിദു, ഒരു പണ്ഡിതൻ ഇജ്തിഹാദ് നടത്തി അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട്. ഇജ്തിഹാദ് നടത്തിയതിൻ്റെ തെറ്റുപറ്റിയതിന് ശിക്ഷയില്ല. എന്നാൽ അതിൻ്റെ പുറകെ കൂടി നമ്മൾക്കോ അത് പാടില്ലല്ലോ. ഉലമാക്കളുടെ തെറ്റുകൾ നമ്മൾ തുടരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പണ്ഡിതന്മാരുമായുള്ള ചർച്ചകൾ. നമ്മളതിലേക്ക് ഇടപെടാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളെ തിരുത്തുന്നത് അവർ പണ്ഡിതന്മാർ ചെയ്യട്ടെ, സാധാരണക്കാർ അതിലേക്ക് ഇടപെടാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ സമൂഹത്തിൻ്റെ നാശത്തിലേക്ക് എത്തും. അതുകൊണ്ട് പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും അത് സാധാരണക്കാർ ചെയ്യാറുണ്ട്, പണ്ഡിതന്മാർ ചെയ്യും, അത് അവർ തീരുമാനിക്കട്ടെ, അവർ പഠിച്ച ആൾക്കാരാണല്ലോ. സാധാരണക്കാർ അതിലിടപെട്ടിട്ട് അതിൻ്റെ പക്ഷത്ത് കൂടിയിട്ട് ചെയ്യാൻ പാടില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ ഇമാം തഹാവി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഹിജ്റ 230 ആ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു സുന്നയിൽപ്പെട്ട ആളല്ല, അദ്ദേഹം അഖിലാനിയാണ്, അദ്ദേഹം നിരീശ്വരവാദിയാണെന്നൊക്കെ ആക്ഷേപിച്ചപ്പോൾ എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കിതാബാണ് അൽ അഖീദത്തു തഹാവിയ, ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൻ്റെ ശറഹുണ്ട് ഇമാം ഇബ്നു അബുൽ ഇസ്ൽ ഹനഫി, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യന്മാരാണ്. അദ്ദേഹം അതിന് ശറഹ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇമാം തഹാവിയെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ശറഹും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാം തഹാവി പറഞ്ഞത് ഹിജ്റ 230 അദ്ദേഹം പറയാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ് വഉലമാഉ സലഫി മിനസ് സാബിഖീൻ വമൻ ബഅദഹും മിനത്ത് താബിഈൻ. മുസ്ലിം സമൂഹത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ അഖീദയുടെ ഭാഗമാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ, സഹാബികളാവട്ടെ താബീങ്ങളാവട്ടെ, അഹ്ലുൽ അസരി വൽ ഖൈർ, ഹദീസ് പണ്ഡിതന്മാർ, അസറിൻ്റെ പണ്ഡിതന്മാർ, വഅഹ്ലുൽ ഫിഖ്ഹി വൻ നദർ, ഫുഖഹാക്കളായ ആളുകൾ, ലാ യുദ്കറൂന ഇല്ലാ ബിൽ ജമീൽ, അവരെ സംബന്ധിച്ച് നല്ലതല്ലാതെ പറയാൻ പാടില്ല. വമൻ ദക്കറഹും ബിസ്സൂ
ഫഹുവ അലാ ഗൈരി സബീൽ. ആരെങ്കിലും അവരെ ആക്ഷേപിക്കുന്നത് കണ്ടാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പെട്ടവനല്ല ഇവൻ എന്ന് നീ മനസ്സിലാക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാൻ, ഖുറാസാനിലേക്ക് റഷ്യൻ റിപ്പബ്ലിക്കിൽ നിന്ന് പാലം കടന്ന് വന്നിട്ടില്ല ഇസ്ഹാഖ് ബിൻ റാഹവഹിയെ പോലെയുള്ള ഒരു മനുഷ്യനും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാൻ, ഇസ്ഹാഖ് ബിൻ റാഹവഹി താബീങ്ങളിൽപ്പെട്ട വലിയ ഇമാമാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ ഇമാം അബു ഹനീഫയെ പോലെയൊക്കെ പല ഹദീസുകളെയും വിമർശിച്ചിരുന്ന, സ്വീകരിക്കാതിരുന്ന ചിന്താഗതിയിൽപ്പെട്ട ആൾക്കാരാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതിനവർക്ക് ന്യായങ്ങളുണ്ട്. അവർക്ക് സഹിയായ ഹദീസുകൾ ലഭിച്ചിരുന്നില്ല, ഇമാം അബു ഹനീഫയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ. ആ കാരണത്താലാണ് പലതും അവർ അംഗീകരിച്ചിരുന്നില്ല. അതിനൊക്കെ അവരുടേതായ ന്യായങ്ങളും തെളിവുകളൊക്കെ അവർക്കുണ്ട്. ഇതിനൊക്കെ ശക്തമായി വിമർശിക്കുകയും സുന്നത്ത് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിൻ്റെ സമകാലീനാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയെ പോലെ ഒരാൾ ആ മാവറ അന്നഹർ കടന്നിങ്ങോട്ട് വന്നിട്ടില്ല. സൈഹോൺ ജയ്ഹോൺ എന്ന് പറഞ്ഞ രണ്ട് നദികളാണ് അവിടെ ഉദ്ദേശിച്ചത്. ആ പാലം കടന്ന് ഇക്കരയ്ക്കൊക്കെ വന്നിട്ടില്ല ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയെ പോലെയുള്ള ഒരു ഇമാമും. വൈൻ കുന്നാ നഖ്തലിഫു ഫീ അഷ്യാ, ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. വലാ സാലൻ നുദറാഉ യഖ്തലിഫൂന ബഅദുഹും ബഅദാ, സമകാലീനരായ പണ്ഡിതന്മാർ അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ആരാണ്? വലിയ ഇമാമാണ് എന്നാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയെ പറ്റി ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം പണ്ഡിതന്മാർ. അവർ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ആദരിക്കുകയും അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യത്തിൽ ഇസ്ലാം ദീനിലെ ആയിരക്കണക്കിന് മസലകൾക്കിടയിൽ രണ്ട് കാര്യത്തിലാകെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിട്ട് അതിന് വിമർശിക്കുക, അത് ആൾക്കാരോട് പറയാം. എന്നിട്ട് ആൾക്കാർ എല്ലാവരെയും വിമർശിക്കുക, പിന്നെ ആരെയും വിശ്വാസം ഇല്ലാതെയാവുക. ഇത് അഹ്ലുസുന്നയുടെ പാതയല്ല. ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും പണ്ഡിതന്മാരുടെയും രീതിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയോ സലഫികളുടെയോ രീതിയിലുള്ളവരല്ല. അങ്ങനെ സംഭവിക്കുന്ന ആളുകൾ അത് തിരുത്തണം. ഇസ്ലാം ദീനിൻ്റെ ഉലമാക്കളായി വാഴ്ത്തപ്പെടുന്നവരൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇസ്ലാമിൽ ഒരുപാട് സേവനം ചെയ്ത നേതാക്കന്മാർ, ഭരണാധികാരികളാവട്ടെ പണ്ഡിതന്മാരാവട്ടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാവട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് വല്ല അപാകതയിലും വന്നാൽ അത് പരസ്യമായി ആക്ഷേപിച്ചിറക്കാൻ പാടില്ല. അത് മൂടി വെക്കുന്നതുകൊണ്ടല്ല, അത് ഉപദേശിക്കുക, തിരുത്തുക, അത് വേണം, നിർബന്ധമാണ്, നസീഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആളുകൾക്കിടയിൽ അത് ഇട്ട് ചർച്ചയാവാൻ പാടില്ല. അത് തെറ്റായ സംഗതിയാണ് എന്ന് ഇസ്ലാം ദീൻ നമ്മളെ പഠിപ്പിച്ചതാണ്. പണ്ഡിതന്മാരൊക്കെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മറച്ചു വെക്കുകയാണ് വേണ്ടത്. അത്തരം കാര്യങ്ങൾ അവർക്കിടയിലുള്ള സ്ഖലിതങ്ങളും അപാകതകളും സമൂഹത്തിൻ്റെ മുന്നിലിട്ടിട്ട് ദീനിനെ തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ചർച്ചകൾ പോകാൻ പാടില്ല. ഇദാ ബലഗൽ മാഉ അൽ കുല്ലത്തൈൻ ലാ യഹ്മിലുൽ ഖബസ്. ഇമാം ഇബ്നുൽ ഖയ്യിം അത്തരം ഒരു കാര്യം പറഞ്ഞിട്ട് പറയാൻ, വെള്ളം രണ്ട് കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ, പിന്നെ ഹൗദിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ഹൗദിലൊക്കെ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതിലല്പം നജസ് കലർന്നാൽ അത് നജസ്, ആ വെള്ളം മുഴുവൻ കേടുവരില്ലല്ലോ. ഇതേപോലെയാണ് പണ്ഡിതന്മാരുടെ അവസ്ഥ. അവർക്ക് എന്തോ ഒരു അപാകത സംഭവിച്ചു, അല്ലാഹു ആലം, അത് നമ്മൾ വിടുക. അത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിച്ച് അവരെ അവമാനിക്കുന്നത് മറ്റുള്ള സാധാരണക്കാരായ ആളുകൾ തെറ്റിനെ നിസ്സാരമാക്കുന്നതിലേക്കും അതേപോലെ തന്നെ ഇൽമിനെ ആളുകൾ നിസ്സാരമായി കാണുന്നതിലേക്കൊക്കെ നയിച്ചേക്കാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമയത്തൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരാവട്ടെ ഉലമാക്കളാവട്ടെ പഠിതാക്കളാവട്ടെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ദീന് പറയുക പഠിപ്പിക്കുക എന്നത് മറ്റുള്ള ആളുകളെ ചീത്ത പറയാനുള്ളൊരു ന്യായമല്ല. നമ്മൾ ദീന് പറയുന്നു, നമ്മൾ സത്യമാണ് പറയണത്, നമ്മൾ ഹക്കാണ് പറയണത് എന്നത് മറ്റാളെ ചീത്ത പറഞ്ഞും പരിഹസിച്ചു മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്ന ചില ചിന്താദികൾ, മറ്റവൻ്റെ ആക്കിയത് ശരിയല്ല, ഇത് ബാത്തിലാണ് എന്ന തരത്തിലുള്ള ശൈലി ശരിക്കൽ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ദീന ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അതിനുള്ള അപാകതകൾ പറയാം, തെറ്റൊന്നുമില്ല. അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കഴിവുള്ള ആളുകൾക്ക് പറയുന്നതിന് തിരക്കിടൊന്നുമില്ല. അതല്ലാതെ എല്ലാം ഒരു വിമർശനം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം ദീനിൽ ആരും ബാക്കിയുണ്ടാവില്ലല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഫിത്നകളാണ്, ഓരോ സമൂഹത്തിലുണ്ടാകുന്ന ഉലമാക്കൾക്കിടയിലുള്ള എലിമെൻ്റ് ആപത്തുകൾ പെട്ടതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ദീന് പറയുന്നിടത്തും പഠിപ്പിക്കുന്നിടത്തൊക്കെ എതിരാളികളാണെങ്കിൽ പോലും മാന്യത പാലിക്കുകയാണ് വേണ്ടത്. മര്യാദയോടുകൂടി സംസാരിക്കുക, ബഹുമാനത്തോടുകൂടി സംസാരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹ ഒരുമിച്ചിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ റസൂലുള്ളാഹി ദൂരത്ത് കണ്ടു ആളുകൾ വരുന്നത്, യഹൂദന്മാർ വരികയാണ്. എന്നിട്ട് റസൂലിനോട് പറയാണ് അസ്സലാമു അലൈക്കും. അപ്പോൾ റസൂലിൻ്റെ വീട്ടിലിരിക്കുകയാണല്ലോ, നമുക്കറിയാമല്ലോ അത് യഹൂദന്മാരെന്താ പറയണമെന്നുള്ളത്.
അസ്സാം എന്ന് പറഞ്ഞാൽ മരണം. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞെന്ന് റസൂൽ കേട്ടോട്ടെ. പക്ഷെ ഇവർ പറയുന്നത് എന്താണ് പെട്ടെന്ന്? അസ്സാമു അലൈക്കും. സുമ്പ് പറഞ്ഞാൽ വിഷം, ചാകട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ മരിക്കട്ടെ എന്ന് റസൂലിനോട് പറയാം. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുക? സലാം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുള്ളൂ. പക്ഷെ ആയിഷാർദാനക്ക് മനസ്സിലായി. ആയിഷാർദാനൊക്കെ പൊട്ടിത്തെറിച്ചു. അലൈക്കും അസ്സാമു അല്ലാന, മരണവും വിഷവും ലാനത്തൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ റസൂലുള്ള ആയിഷാർദാനോട് പറയാണ്, മഹിലയ്യ ആയിഷ, ആയിഷ ഒന്ന് സോഫ്റ്റ് ആകും. അല്ലാഹു തആല സോഫ്റ്റ്നെസ്സാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് ആരോടാ പറയണത് അറിയോ? റസൂലുള്ളാഹിനോട് സലാം പറയണത് നിങ്ങൾ മരിക്കട്ടെ എന്ന് പറഞ്ഞ ആളോട് ആയിഷാർദാനക്ക് എതിർത്ത് പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചില്ല റസൂലുള്ളാഹി, പിടിച്ചൊക്കെ ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു റിഫ്ഖിനെയാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് പറയാനാണ് പറഞ്ഞത്? എന്ത് പറയാനാണ് പറഞ്ഞത്? ഒരാൾ നമ്മളങ്ങനെ ചീത്ത പറഞ്ഞാൽ അലൈക്കും എന്ന് പറയാൻ അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അലൈക്കും എന്ന് പറഞ്ഞാൽ അലൈക്കും സലാം എന്ന് പറഞ്ഞാൽ ഓനും വിചാരിച്ചോട്ടെ. എന്താ നിങ്ങൾ പറഞ്ഞത്? സലാമാണെങ്കിൽ സലാം, സാമാണെങ്കിൽ സാമ്പ്, വിഷമാണെങ്കിൽ വിഷം, അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് വിട്ടിട്ട് ഈ രൂക്ഷമായ പ്രതികരണങ്ങളും മറ്റുമൊക്കെ, പിന്നെ അതിന് ഗുണത്തേക്കാളേറെ ഹദീസിൽ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹു റിഫ്ഖിന്, സൗമ്യതക്കാണ് തീവ്രതയേക്കാൾ ശക്തിയും ഗുണവും നൽകുന്നത്. പല ആളുകളുടെയും പ്രകൃതിയിൽ തന്നെ ഒരു തീവ്രത ഉണ്ടാവും സംസാരത്തിലൊക്കെ അല്ലേ? അത് പരമാവധി കുറച്ചിട്ട് സോഫ്റ്റായിട്ട് പറയാം. ഇമാം നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ആളുകളോട്, നിങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോട് ഏറ്റവും സൗമ്യമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഒരിക്കലും അവരെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഒന്ന്, അവരടുക്കലുള്ളത് ബാത്തിലാണ്, തെറ്റാണ്. അപ്പോൾ അത് മനസ്സിലാകുമ്പോൾ അവർക്കൊരു അപകർഷതാബോധം ഉണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. നമ്മൾ ഇത്രയും കാലം ചെയ്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് ഒരു മാനസികമായ പ്രയാസം ഉണ്ടാവും. അത് നിങ്ങൾ അവരെ ആക്ഷേപിക്കുന്നതിലൂടെ രൂക്ഷാക്കാൻ പാടില്ല. അങ്ങനെ രൂക്ഷമായി കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കൂല, അവരെന്ത് ചെയ്യൂല? അത് അംഗീകരിക്കൂല. അതുകൊണ്ട് പരസ്യമായി ഉപദേശിച്ചവൻ അപമാനിച്ചു, രഹസ്യമായി ഉപദേശിച്ചവനാണ് ഗുണകാംക്ഷ പുലർത്തുന്നത്. അപ്പോൾ പരമാവധി ആ രൂപത്തിലായിരിക്കണം. ചിലത് നമ്മൾ പരസ്യമായിട്ട് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും മാന്യമായ, ഏറ്റവും സൗമ്യമായ, ഏറ്റവും സ്വീകാര്യമായ ഭാഷയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. പക്ഷേ പല കാലഘട്ടത്തിലും അതല്ലാത്ത ചർച്ചകൾ ഉലമാക്കൾക്കിടയിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് ഈ മദ്ഹബിൻ്റെ ഇടയിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇമാം സൈലഈ, അദ്ദേഹം ഹനഫി മദ്ഹബിലെ മുഹദ്ദിസാണ്. അപ്പോൾ സഹീൽ ബുഖാരി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി ഇവരൊക്കെ ഉള്ളത് സുന്നത്തിൻ്റെ പക്ഷക്കാരാണ്. മറ്റുള്ളവർ മോശക്കാരാന്നല്ല, ആ ഒരു നിലപാട് ഹദീസുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ശരിയാണ് അവരുടെ ഫിഖ്ഹിൻ്റെത്. എന്നാൽ ഹനഫി മദ്ഹബിലോ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയൊക്കെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ പിന്നീട് വന്ന മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ ഈ തഖ്രീദ് ചെയ്ത കാരണത്താൽ പിന്നെ ഹദീസ് സഹിയായത് കണ്ടാലും അവർ മിക്ക ആളുകൾ എന്ത് ചെയ്യൂല? അംഗീകരിക്കൂല, അവരെ വിമർശിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുഫയിൽ തടവുക, അവരംഗീകരിക്കൂല. ജമ്പും കസറായിട്ട് നിസ്കരിക്കുക, അംഗീകരിക്കൂല പല സന്ദർഭങ്ങളിലും. അസറിൻ്റെ സമയം, അങ്ങനെ നൂറുകണക്കിന് വിഷയമുണ്ട്, നൂറുകണക്കിന് വിഷയങ്ങൾ. അങ്ങനത്തത് സഹീഹായ ബുഖാരിയിൽ പോലും വന്ന ഹദീസുകളുണ്ട്. അതിന് അംഗീകരിക്കുന്ന ഒരു ഹനഫി പണ്ഡിതന്മാരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോൾ ഇമാം സൈലഈ എന്ത് ചെയ്തു? വലിയ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം, എന്നാൽ ഹനഫി മദ്ഹബിൻ്റെ പ്രാമാണികത തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം നസ്ബുർ റായ എന്ന് പറഞ്ഞാൽ കൊടിനാട്ട്, അല തഖ്രീജ് ഹദീസിൽ ഹിദായ എന്ന് പറഞ്ഞാൽ അവരുടെ ഫിഖ് ഗ്രന്ഥമുണ്ട്. അതിനെപ്പറ്റി ഹനഫിയോട് പാടിയ എന്താ കാര്യങ്ങൾ? ഇന്നൽ ഹിദായത കൽ ഖുർആനി ഖദ് ജമഅത്, ഖുർആനെ പോലെയാണ് അൽ ഹിദായ. ഖുർആന് മറ്റുള്ള വേദങ്ങൾ എന്താ ചെയ്തത്? ആ വേദങ്ങളിലൊക്കെ ക്യാൻസൽ ചെയ്തു അല്ലേ? എന്നിട്ട് അതിൻ്റെ ഒക്കെ കാര്യം ഖുർആനിൽ പറഞ്ഞു. അതേപോലെ അൽ ഹിദായ എന്നുള്ള ഫിഖ് കിതാബ് ബാക്കിയുള്ള എല്ലാ ഫിഖിനെയും ക്യാൻസൽ ചെയ്തു. ഇനി അൽ ഹിദായ മാത്രം വായിച്ചാൽ മതി എന്നാണ്. ഇത് അറിവില്ലാത്ത ആൾക്കാർ പാടിയതാണ്, പണ്ഡിതന്മാർ തന്നെയാണ് അത്. അങ്ങനെ പാടിയ കിതാബാണ് അൽ ഹിദായ, ഹനഫി മദ്ഹബിൻ്റെ കിതാബാണ്. അപ്പോൾ അതിൽ പറഞ്ഞ എല്ലാ വിഷയത്തിനും ഹദീസിൻ്റെ തെളിവുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാ ഹദീസും നുള്ളിപ്പെറുക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ സഹീഹുണ്ട്, ലൈഫുണ്ട്, മൗദൂആയ ഹദീസുണ്ട്. ഇനി ഹനഫി മദ്ഹബിൽ ഹദീസിനെതിരെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ഹദീസിനാണ് തകരാറ്, അല്ലാതെ മദ്ഹബിനല്ലാതെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഈ 8 വാള്യങ്ങളിലെ നസ്ബുർ റായ എന്ന് പറഞ്ഞ കിതാബിലൂടെ വളരെ വലിയ കഴിവുള്ള മുഹദ്ദിസാണ്. അദ്ദേഹം ശ്രമിച്ചത് എന്തിനാണ്? ഹനഫി മദ്ഹബിൽ ഈ പറഞ്ഞ കാര്യം അതാണ് ശരി. ഷാഫി മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ
ഹംബലി മദ്ഹബിലോ ഹദീസിൻ്റെ ആൾക്കാരോ പറഞ്ഞത് അല്ല ശരി എന്ന് തെളിയിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോൾ അതിൽ ഒരുപാട് തമാശകളുണ്ട്. നമുക്ക് പിന്നെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും, എങ്ങനെയാണ് പണ്ഡിതന്മാർക്ക് ഇങ്ങനെ എത്തുന്നത് എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പ് ആകുമ്പോൾ അവസാനം കൊണ്ടെത്തുക. ഇപ്പോൾ ഹനഫി മദ്ഹബിൽ ഞങ്ങൾ ഹറമിൽ ഹുസൈൻ ആലി ഷേഖിൻ്റെ ദർസിൽ പിന്നെ വളരെ അപൂർവമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ വലിയ ആളെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പറയാം. ഒരിക്കൽ അവിടെ ഇരുന്നപ്പോൾ കേട്ടതാണ്. ഒരു സൗദി പൗരൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ വേലക്കാരിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ അവൾ പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് കൂടെ, അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ ഭാര്യ പറയുന്നത്, ആദ്യ ഭാര്യ പറയുന്നത് പോകാൻ പാടില്ല എന്നാണ്. അപ്പം മുമ്പ് സംശയപ്പോൾ എന്താണ്, കല്യാണം കഴിച്ച മുമ്പ് പറഞ്ഞു, ഇപ്പം യാത്ര ചെയ്യണതിലാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഭയങ്കര രൂക്ഷമായി സംസാരിച്ചു, പൊട്ടിത്തെറിച്ചു അദ്ദേഹം. നിങ്ങൾ ഈ പരിശുദ്ധ നാട്ടിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ കല്യാണം കഴിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അറിയും, ഹനഫി മദ്ഹബ് പ്രകാരം ഈ സ്ത്രീ വേലക്കാരി ഹനഫി മദ്ഹബ് വരുത്തിയാണ്. ഹനഫി മദ്ഹബിൽ സാക്ഷി വേണ്ട, പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാക്ഷി വേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന ആൾക്കാരൊക്കെ പിന്നെ ഹലാലാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാം വിവാഹത്തിനാണ് കേട്ടോ കാര്യം പറഞ്ഞത്. അങ്ങനെ ആ പിന്നെ ഹിദ്ദ കഴിഞ്ഞ സ്ത്രീകളെ പിന്നെ കല്യാണം ചെയ്യുന്നതിന് നിങ്ങൾ തടയാൻ പാടില്ല. ഫലാ തഅദുലുഹുന്ന, നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് ഇടങ്കോലിടാൻ പാടില്ല എന്ന ആയത്ത് പ്രകാരം പിന്നെ ഒരു സ്ത്രീക്ക് സ്വയം വിവാഹം ചെയ്യാം, സാക്ഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ലാ നിക്കാഹ ബി വലി വശാഹിദൈ അദിൽ, രണ്ട് സാക്ഷികളും വലിയുമില്ലാതെ നിക്കാഹ് ശരിയാവില്ല എന്ന് ഹദീസിലുണ്ട്. പക്ഷേ ഇതിനെതിരാ എദ്ദ പൂർത്തിയാക്കി കഴിഞ്ഞ പെണ്ണുങ്ങളെ പിന്നെ നിങ്ങൾ കല്യാണം ചെയ്യാതെ തടയാൻ പാടില്ല, അപ്പോൾ അതിന് സാക്ഷി വേണം, വലിയ വേണം എന്നൊക്കെ പറഞ്ഞ് ഇടങ്കോലിടാൻ പറ്റില്ല. അത് ഖുർആനെതിരാന്നാണ് ആര് പറഞ്ഞത്? ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഖുർആനെ പിന്നെ ഹദീസിനെ വിമർശിച്ചത്. ഖുർആനിൻ്റെ ആയത്തിനെതിരായ ഹദീസ് അവർ സ്വീകരിക്കില്ല. അപ്പോൾ അതാണ് മുമ്പ് എനിക്ക് ഓൺലൈനിൽ സംവാദം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ബൈലക്സ് എന്ന് പറഞ്ഞൊരു സംഗതിയൊക്കെ ഉണ്ടായ കാലത്ത് ഇവിടെ അടുത്തുള്ള ഒരു മുസ്ലിം മൗലവി, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ബുഖാരിയിലെ 70 ഹദീസിനെ തള്ളിയിട്ടുള്ളത്, അതിനൊക്കെ ഉലമാക്കൾ അത് വേറെ ആൾക്കാർ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഈ എളിയ സഹോദരൻ പറഞ്ഞു, അത് നിങ്ങൾ 70 കണ്ടിട്ടുള്ളൂ, 800 കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആകെ അന്തം വിട്ടു. നമ്മൾ 70 തള്ളിയപ്പോൾ ഇവരിപ്പോൾ ചർച്ച നടന്നപ്പോഴേക്ക് 800 തള്ളി എന്ന് പറഞ്ഞ് കുറേ വിവാദമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 800 തള്ളി പറഞ്ഞ് ഈ കിതാബിൽ ആണ് തള്ളിയത്. നസ്ബുറായ എന്ന് പറഞ്ഞ കിതാബിൽ സഹീഹുൽ പറഞ്ഞ് ബുഖാരിയിൽ പറഞ്ഞ 1000ഓളം ഹദീസുകൾ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഖുർആനെതിരാന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാതെ 70 ഖുർആനെതിരായ ഹദീസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഖുർആനെതിരായത്. അവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അദ്ദേഹത്തിന് എന്ത് തോന്നുകയാണ്, ഇത് ഖുർആനെതിരാന്ന് തോന്നിയതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഹനഫി മദ്ഹബിലുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞ സഹീഹായ ഹദീസിനെ പോലും ചെയ്തിരിക്കുകയാണ്, തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷയം എന്നെ അവിടെ എത്തിച്ചത് എന്താണെന്ന് അറിയും. അപ്പോൾ അദ്ദേഹം തലക്കെട്ട് കൊടുക്കുക, ഒന്ന് ഹിദായയിലെ ഹദീസ്, അപ്പോൾ ഹദീസിൽ കിതാബിലെ ഹദീസ്, നമ്മളുടെ ഗ്രന്ഥത്തിൻ്റെ തെളിവുള്ള ഹദീസ്. അതായത് ഒതു കൊടുക്കണമെങ്കിൽ സ്ത്രീകളെ തൊട്ടാൽ ഒന്നും മുറിയില്ല, അപ്പോൾ അതിൻ്റെ ഹദീസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹദീസുൽ ഹുസൂം, എതിരാളികളുടെ ഹദീസ്, അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എതിരാളികളുടെ ഹദീസ് എന്താണ്? സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയും. അപ്പോൾ അദ്ദേഹം അതിനൊരു ഇല്ലത്ത് പറയും, ആ ഹദീസിൽ ഇന്ന തരാറുണ്ട്, അല്ലെങ്കിൽ അത് ഖുർആനെതിരാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ന്യായങ്ങൾ പറയും. അപ്പോൾ അവിടെ തലക്കെട്ട് കൊടുത്തത് ഹദീസുൽ ഹുസൂം എന്നാണ്. അപ്പോൾ ഞങ്ങളൊരിക്കൽ ഇരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ നോക്കി പണ്ഡിതന്മാർ എഴുതിക്കണമെന്ന് പറഞ്ഞു, ശത്രുവിൻ്റെ ഹദീസ് ഹുസൂം. അപ്പോൾ ഇത് ശത്രുവാണോ? ഫിഖ്ഹിയായ ഒരു അഭിപ്രായ വ്യത്യാസം. പക്ഷെ അന്ന് അത് എഴുതുമ്പോൾ എന്താണ്, ഇവർക്കിടയിൽ അടിയാണ്, മദ്ഹബുകൾ തമ്മിലുള്ള അടിയാണ്. അപ്പോൾ എഴുതിയതാണ് വിമർശകരുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ എന്നൊക്കെ. ഇതൊക്കെ പിന്നീട് വായിച്ചു നോക്കുമ്പോഴാണ്, തലമുറകൾ മാറുമ്പോഴാണ് എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദ ഇൽമിനോടും ഉമ്മത്തിനോടും റബ്ബിനോടും പണ്ഡിതന്മാരോടും സ്വീകരിക്കേണ്ട മര്യാദകൾ പാലിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മദ്ഹബിൻ്റെ ഒക്കെ ഇടയിലുണ്ടായിരുന്ന യുദ്ധം ഇവിടെ കേരളത്തിൽ വരെ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പിന്നെ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചത് കാണാൻ പറ്റും. പൊന്നാനി കൈക്കാരും കൊണ്ടോട്ടി കൈക്കാരും അല്ലേ, രണ്ട് ചേരിക്കാരായിരുന്നിട്ട് അടിയും പിടിയും പരസ്പരം കല്യാണം കഴിക്കാതെ വരെ ചെയ്യാത്ത ആൾക്കാർ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കേരളത്തിലെ തെക്കൻ കേരളത്തിൽ വന്ന ആൾക്കാരൊക്കെ ഒരു 2ാം നമ്പറായി കാണുന്നൊരു സ്വഭാവക്കാരുണ്ട്. അവർ ഷാഫി മദ്ഹബുകാരല്ലാത്തവരെ, ഹനഫി മദ്ഹബുകാർ. അപ്പോൾ അവർ ഹനഫി മദ്ഹബുകാരാണ്, അവർ അര മുസ്ലിങ്ങളാണെന്നുള്ളതാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. സുന്നത്ത് ജമാഅത്തിൽ കുറച്ചുന്ന കാലത്ത്, നമ്മളെ പഴയ സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ അവർ റാവുത്തന്മാരാണ്. അപ്പോൾ കുട്ടികളോടൊക്കെ ചോദിക്കും, എന്താണ് ഈ റാവുത്തന്മാർ ചോദിക്കുമ്പോൾ അവർ പിന്നെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവർ, മുസ്ലിങ്ങളല്ലാത്തവർ
എന്നാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയിരുന്ന വിവരം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചപ്പോൾ ഇതാണ്, അവർ ഹനഫി മദ്ഹബ് വരാൻ അവർ ഉത്തരേന്ത്യയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നൊക്കെ വന്ന അവസ്ഥകൾ ഷാഫി മദ്ഹബ് വരല്ലാന്നേ ഉള്ളൂ. അപ്പോൾ പരസ്പരം കല്യാണം കഴിച്ചു കൊടുക്കൂല. അവർക്കിടയിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടായിരുന്നു. മക്കയിലും മദീനയിലൊക്കെ നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടാവും. 100 വർഷം മുമ്പ് അവിടെ 4 മദ്ഹബിൻ്റെ ഇമാമുമാരും പരസ്പരം തൊടാതെ 4 ജമാഅത്താണ് നിർവഹിച്ചിരുന്നത്. 4 ആൾക്കാരും 4 മൂലക്ക് ബാങ്ക് കൊടുക്കുക, എന്നിട്ട് പിന്നെ ഓരോരുത്തരും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഇമാമിനെ അവിടെ കൊണ്ടുവന്നത് ആരാണ്? ഇപ്പോൾ ലാസ്റ്റ്, അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് കണ്ടിരുന്നല്ല, ഈ മദ്ഹബിൻ്റെ ആൾക്കാർ ഈ ചെയ്തു കൂട്ടിയ അക്രമം അവസാനിപ്പിച്ച് ഒരു ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിയത് ആലി സൗദ് ഭരണകൂടമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ദേഷ്യം. ചരിത്രത്തിൽ ഒരുപാട് അക്രമങ്ങൾ ഈ മദ്ഹബിൻ്റെ അനുയായികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മദ്ഹബിൻ്റെ ഇമാമുമാർ അതിന് ഉത്തരവാദികളല്ല. അവരിങ്ങനെ സംഭവം അറിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മദ്ഹബിൻ്റെ ആൾക്കാരെക്കാളും നമുക്കറിയാം. എന്ത് മദ്ഹബിൻ്റെ ഇമാമുമാരെന്താ പറഞ്ഞിട്ടുള്ളത്? ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. നമ്മൾ ഈ പഠിക്കണ കാലത്ത് ഒരു ദിവസം വെക്കേഷനിൽ നാട്ടിൽ വന്നപ്പോൾ വീട്ടിലുണ്ട് ഒരു മുസ്ലിയാരുട്ടി. നിങ്ങളെ ഈ മഞ്ചേരിക്കാരാണ്, ഇവിടെ അടുത്തല്ലേ, ഫൈസിയും കുട്ടികളും അവിടെ ഓതുന്നുണ്ട്. നിങ്ങളെന്താ ഓതുനെ പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ദഞ്ചാനി മീസാനി. അപ്പോൾ നിങ്ങൾ ഏതാ മദ്ഹബ്? ഷാഫി മദ്ഹബ്. ഈ ഷാഫി ആരാന്ന് ചോദിച്ചു. ഷാഫി ഇമാം. പേര് ഷാഫി ഇമാം. ഇമാം ഷാഫിൻ്റെ പേര് മുമ്പ് അറിയില്ല. ഇമാം ഷാഫിൻ്റെ ആളാണ്. ഈ പള്ളി ദർസിൽ ഇമാം ഷാഫിൻ്റെ ഏതൊക്കെ കിതാബാണ് പഠിപ്പിക്കുന്നത്? ഇമാം ഷാഫിൻ്റെ കിതാബ് നമ്മൾ മീസാനും സഞ്ചാനും അജ്നാസും പിന്നെ മുത്തഫരീദൊക്കെ ഓതുന്നതല്ല. ഇമാം ഷാഫിൻ്റെ ഏത് കിതാബാണ് അവർ ഓതുന്നത്? അപ്പോൾ ഒരു ബന്ധമല്ല. ഇമാം ഷാഫിൻ്റെ പേരറിയില്ല, ഇമാം ഷാഫിൻ്റെ കിതാബിൻ്റെ പേരറിയില്ല, ഇമാം ഷാഫി പഠിപ്പിച്ചൊന്നും പഠിച്ചിട്ടില്ല, ഇമാം ഷാഫിൻ്റെ അഭിപ്രായങ്ങൾ അവർക്കറിയില്ല, മദ്ഹബും അറിയില്ല. പിന്നെ പഠിപ്പിക്കുന്നത് ആരെന്താണെന്നറിയും? കുറച്ചൊരു ബന്ധമുള്ളത് ഇൽമുമായിട്ട് ഫത്തുഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ, അതാ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി അവർ ഇൽമു പറഞ്ഞൊരു കിതാബാണ്. ഇതാ പഠിപ്പിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ പള്ളി ദർസിൽ തന്നെ പോയാൽ കാണാൻ പറ്റും. അവർ മന്തിക്ക്, മഹാനി, തർക്കശാസ്ത്രം, ജദല്. അവർക്ക് പള്ളി ദർസിലായി അരത്തിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിം പുറത്ത് ചൊല്ലിയാണ് വബനുസ്സലാഹി വന്നവാവി ഹറമ വഖാല ഖൗമുൻ യംബഗി അൻ യുഅലമ. ഈ കിതാബ് വായിക്കൽ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട് ആര്? ഇബ്നു സലാഹ്, ഇമാം നവവി. ഇതൊക്കെ ഓല മദ്ഹബിൽ ഏറ്റവും വലിയൊരു ഇമാമുമാരാണ്. ഓരോ കിതാബ് തുറന്നു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖാല ഖൗമുൻ, ഏതൊക്കെയോ ചങ്ങായിമാർ പറഞ്ഞിട്ടുണ്ട്. യംബഗി അൻ യുഅലമ, വായിച്ചാൽ തിരക്കടൊന്നുമില്ല. എന്നിട്ട് മാന്തി മുറിയാക്കിയിട്ട് ഇത് പഠിക്കുക, തർക്കശാസ്ത്രം. അപ്പം ഇത് ഇവിടെയൊക്കെ എങ്ങനെ എത്തിപ്പെട്ടതാണ്? മദ്ഹബിൻ്റെ പേര് അവസാനം എന്തേലും പറഞ്ഞാൽ ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണ്, നിങ്ങൾ പുത്തവാദികളല്ലേ, 1921 ഉണ്ടായതല്ലേ. എന്ത് ബന്ധമാണ് അവർക്ക് ഇമാം ഷാഫി ആയിട്ടുള്ളത്? ഒരു ബന്ധമല്ല. ഈ വാക്കിലുള്ള ബന്ധം മാത്രം. അങ്ങനെ നമ്മളായി പോകാൻ പാടില്ല. വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. ശരിയായി മനസ്സിലാക്കുന്ന ആൾക്കാരാവണം. കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ ആവരുത്. എന്തുകൊണ്ടാണ് മുഴുവൻ മുൻ തലമുറകൾ നശിച്ചു പോയത്? അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ അത് ഇൽമു പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇൽമു ശരിയായ രൂപത്തിൽ പഠിക്കുക, ഇഖ്ലാസോടുകൂടി അത് ജീവിതത്തിൽ ആദ്യം പകർത്തുക, മറ്റുള്ള ആൾക്ക് ശരിയായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുക. അതിനു വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ത്യാഗം നമ്മൾ സഹിക്കുക. ഇൽമിനെ ബഹുമാനിക്കുക, ആദരിക്കുക. ഇൽമിൻ്റെ കിതാബ്, ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിനോടൊക്കെ ആദരവും സ്നേഹവും വേണം. അത് സൂക്ഷിക്കണം ശരിയായ രൂപത്തിൽ. അതേപോലെ ഇൽമു പറയുന്ന ആളുകളെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന മിൻ ഇജ്ലാലില്ല ഇക്റാമുദി ഷൈബത്തിൽ മുസ്ലിം. അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് നരച്ച ആളുകളെ ബഹുമാനിക്കുന്നത്. എന്തുകൊണ്ടത് നര കാണുമ്പോൾ ബഹുമാനിക്കുന്നത്? അയാൾ നരച്ചത് എങ്ങനെ നരച്ചതാണ്? പ്രായം കൊണ്ടാണ് അല്ലേ? അപ്പോൾ അത്രയും കാലം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തൊരു വ്യക്തിയാണ്, ഇബാദത്ത് ചെയ്തൊരു വ്യക്തിയാണിത് എന്ന അടിസ്ഥാനത്തിലാണ് ബഹുമാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഹാമിലുൽ ഖുർആൻ, ഖുർആൻ പഠിച്ച വ്യക്തിയെ ആദരിക്കുക. ഗൈറൽ ജാഫി ഫിഹി വൽ ഗാലിഫ് അൻഹു, അതിന് അതിക്രമം വരുത്താതെ അതിന് മര്യാദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, ഖുർആൻ പഠിച്ചവരെ ആദരിക്കുക, മുതിർന്നവരെ ആദരിക്കുക എന്നൊക്കെ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് നമ്മൾ പാലിക്കുക. അതേപോലെ തന്നെ ഉലമാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും പൊതുജനങ്ങൾ അതിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കുക. അത് അവർ പഠിച്ചിട്ട് അതിൻ്റെ കുലാസം നമുക്ക് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ ഒരു അടച്ച മൊയിലാണ് നടത്തിയിട്ട് ജയിച്ചിട്ടാണ് പറയും ഞങ്ങളോട് ഏതാണ് ഇതിലെ അവസാനത്തെ കൗല് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ നമ്മളൊക്കെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ തമാശ പറയാറുണ്ടല്ലോ. അതേ രൂപത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വാർത്ത കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ ഇത് അതിന് അവസാനം ഉണ്ടാവില്ല.
മാത്രമല്ല ജനങ്ങൾക്ക് ഇതിന് തെളിവിലേ ഉണ്ടാവില്ല. ഇപ്പം എത്രയോ ആളുകൾ ഇസ്ലാം ദീനിൽ തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പല ചർച്ചകളും കേട്ടിട്ടുണ്ട്. ചില ആൾക്ക് അതിലൊക്കെ നിരാശയാണ്. മുസ്ലിം ഉമ്മത്തിലെ എത്ര ഗ്രൂപ്പുകളും പാർട്ടികളുമാണ്, അവർക്കൊന്നും ഹക്ക് മനസ്സിലാവാത്തതെന്നുണ്ടെന്ന് വെച്ചാൽ ഓരോ പണ്ഡിതന്മാരെടുത്ത് നോക്കിയാൽ മറ്റേ ആൾക്കാർ പറയുന്നത് ഈ പണ്ഡിതന്മാരും കള്ളന്മാരാണെന്നാണ്. ചിലപ്പോൾ കള്ളന്മാരൊന്നും ആവില്ല, എന്നാലും പറയണ്ടേ കള്ളന്മാർ. ഇസ്ലാം ദീൻ മര്യാദയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ ഒരു വലിയ പണ്ഡിതൻ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിക്കുമ്പോൾ, മക്കയിൽ ജീവിക്കുമ്പോൾ റസൂലിൻ്റെ ഏറ്റവും വലിയ ശത്രുവാരായിരുന്നു? അബൂജഹൽ അല്ലേ? റസൂലുള്ളാഹി ഹിജറ വന്നു, പിന്നെ മദീനത്തിൽ ഒരു ശത്രു ഉണ്ടായിരുന്നു. അതാരാ? ഇബ്നു സുലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അര വാക്ക് ഇബ്നു സുലൂലിനെ പറ്റി വിമർശിച്ചത് ഏതെങ്കിലും ഒരു ലൈഫായ ഹദീസിൽ നമുക്ക് കിട്ടൂല. ഒരു കാര്യം പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞൊക്കെ പിന്നെ ആരാണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അത് റസൂലുള്ളാഹി കാമാന്ന് പറഞ്ഞിട്ടില്ല ആ വ്യക്തിയെ പറ്റി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആയത്തിറങ്ങി, ലാ തഖും അലാ ഖബ്രിഹി, സൂറത്ത് തൗബയിൽ അവരടുത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ലൻ യഗ്ഫിറല്ലാഹു ലഹും, 70 വട്ടം നിങ്ങൾ പശ്ചാത്തപിച്ചാലും ഞാൻ അവർ ഇസ്തിഗ്ഫാർ നടത്തിയാലും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ? 71 പ്രാവശ്യം നടത്തിയാൽ കൊടുക്കുകയും ഞാൻ പുറത്തു കൊടുക്കുന്ന. അത്ര കാരുണ്യത്തിൻ്റെ കടലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതാണ് സഹോദരന്മാരെ. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സുലൂലിനെ അറിയായിരുന്നു. എന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെത്? ആരാ പറയാം? അവിടെ പ്രൈസ് ഒന്നും ഇവർ കൊടുക്കണ കാണില്ല. നമ്മൾ അവിടെ അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുമ്പോൾ. എന്താണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ? ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സുലൂലിന് മകനുണ്ടായിരുന്നു, ഇതേ പേരിൻ്റെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സുലൂൽ. അദ്ദേഹം മുസ്ലിമാണ്. ബാപ്പാനെ ഞാൻ കൊല്ലട്ടെ എന്ന് റസൂലിനോട് പെർമിഷൻ ചോദിച്ച വ്യക്തിയാണ്. ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിനെ അദ്ദേഹം വിമർശിച്ചപ്പോൾ അത്ര ഈമാനുള്ള മകനാണ് അദ്ദേഹം. പക്ഷെ ബാപ്പ മദീനയിലെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹി ഹിജ്റ വരുന്നതിന് മുമ്പ് അവർക്കിടയിൽ 300 വർഷം നീണ്ടു നിൽക്കുന്ന ബുആസ് യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. ആ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒരു മസ്ലഹത്തിലേക്ക് എത്തിയിട്ട് അടുത്ത ചിങ്ങം 30-ാം തീയതി നമുക്കൊരു രാജാവായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സുലൂലിനെ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിച്ചവർ. ചിങ്ങം ഒന്നും അവർ പറഞ്ഞതല്ല, ഞാനൊരു ഡേറ്റ് പറഞ്ഞതാണ്. അവർക്കിടയിലുള്ളൊരു മാസത്തിൽ, അന്ന് ഹിജ്റ വർഷമൊന്നുമില്ലല്ലോ. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അഖബ ഉടമ്പടി നടന്നിട്ട് കുറച്ച് ആൾക്കാർ മുസ്ലിമായി വരുന്നത്. ഇവർ പിന്നെ ഇവർക്ക് താല്പര്യമില്ല. എന്തിന്? ഉബൈ ഇബ്നു സുലൂലിനെ രാജാവാക്കിയിട്ട് താല്പര്യമില്ല. പിന്നെ അടുത്ത കൊല്ലം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഹിജ്റ വരുന്നതാണ് ആര് കാണുന്നത്? ഉബൈ ഇബ്നു സുലൂൽ. അപ്പോൾ അറബികളും യഹൂദന്മാരും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. മദീനയിൽ നല്ലൊരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് ആര് വരുന്നത്? റസൂലുള്ളാഹി വരുന്നത്. ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അധികാരം നഷ്ടപ്പെട്ടത് അതിന് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന് കാരണക്കാരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇയാളെ മനസ്സിലാണ് തോന്നിപ്പിച്ചു ഇബ്ലീസ്. അതോടുകൂടി റസൂലുള്ളാഹിന്റെ കൂടത്ത് കൂടി. കാരണം അനുയായികളൊക്കെ റസൂലുള്ളാഹിന്റെ കൂടിയപ്പോൾ മൂപ്പര് ചെയ്തു, മകനടക്കം കൂടിയപ്പോൾ അദ്ദേഹം ഞാനും റസൂലിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കൂടത്ത് കൂടി. പക്ഷേ ആൾ മുനാഫിക്കായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കാര്യം അറിയുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനോട് കാരുണ്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത്, പെരുമാറിയത്. ആക്ഷേപിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് റസൂലുള്ളാഹി പണിയെടുത്തത്. പക്ഷേ അള്ളാഹു നിഫാഖ് ആണ് അദ്ദേഹത്തിന് വിധിച്ചത്. എന്ത് ചെയ്യാനാണ്? ഒരു യഹൂദൻ്റെ കുട്ടി അസുഖമായി കിടക്കുകയാണ്. മരണപ്രാണത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹി കലിമ ചൊല്ലി അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഒരു യഹൂദൻ്റെ ജനാസ, അതൊക്കെ സഹിഹ് ഹദീസിലുണ്ട്, പല ആൾക്കാരും വിമർശിക്കാറുണ്ട്, എഴുന്നേറ്റുന്ന സംഭവം പറയുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ ഹിദായത്തിലാണ് റസൂലുള്ളാഹിന്റെ താല്പര്യം. ഓലെ വിമർശിച്ച് തോൽപ്പിച്ച് പിന്നെ അങ്ങോട്ടെ എതിർപക്ഷത്തേക്ക് കൊണ്ടുപോകുന്നതിലല്ല. ഇമാം ഷാഫിയും അദ്ദേഹത്തിന് സമകാലീനനായ ഒരു പണ്ഡിതനും തമ്മിൽ സംവാദം ഉണ്ടായി. സംവാദമൊക്കെ കഴിഞ്ഞ് രാത്രി പോയിട്ടുണ്ടാവും വിചാരിക്കുക. പിറ്റേ ദിവസം അവർ തമ്മിൽ കണ്ടു. അപ്പോൾ സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, യാ അബാ അബ്ദുള്ള, നമ്മൾ 2 മസലല്ലേ ചർച്ച ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എത്ര മസല ഇനി വേറെ നമ്മൾ ഒന്നായത്? നമ്മൾ രണ്ടാളും സഹോദരന്മാരെന്നല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവർ ഒരുമിച്ച് വീണ്ടും ചങ്ങാതിമാരെ പോലെ തന്നെ നടന്നു എന്നാണ്. ഇതാണ് വേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് ചർച്ച ചെയ്യാം, മാന്യമായി ചർച്ച ചെയ്യാം. അതിൻ്റെ ഇടയിൽ പിന്നെ അതോടുകൂടി തെറ്റലല്ല. അതിൻ്റെ അവസാനം ഒരുമിച്ച് തന്നെ പോകലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇൽമിനോട് നമ്മൾ പുലർത്തേണ്ട മര്യാദയാണ്. പണ്ഡിതന്മാർ പരസ്പരവും പണ്ഡിതന്മാരോട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ തലയിട്ട് കക്ഷി ചേരാതിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്നാവും. മുൻകാലങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ പുറകെ ആൾക്കാർ കൂടാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അങ്ങനെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അങ്ങനെ മരിച്ചുപോയി, ആ കാഴ്ചപ്പാട് നിന്നു. പിന്നെയോ മുസ്ലിങ്ങൾ ഒന്നിച്ചെന്നെ പോകുന്നു. ഇപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടായാലോ ഏറ്റവും ചുരുങ്ങിയത് ഒരു സംഘടന ഉണ്ടാക്കുന്നില്ലതാണ്
മുസ്ലിമീങ്ങളുടെ നിലപാട്. അതെല്ലാം ഏതെങ്കിലും ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഞാൻ. ഇപ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ആലോചിച്ചു, ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പണിയിരിക്കുന്നുണ്ട്. അവരുടെ ഉപകരണങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും ഉന്നയിക്കുന്നത്, ഒരേ സംഘടനയിൽപ്പെട്ട ആൾക്കാർ, അയാളതാണ് ഇയാൾ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം പണ്ഡിതന്മാരെയും എൽമരെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. പിന്നെ അള്ളാഹു നമുക്ക് ഇട്ടുതരുന്നൊരു അനുഗ്രഹമാണ് ലൗ അൻഫക്ത മാഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവർക്ക് അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം. മറിച്ച് അള്ളാഹുവാണ് ആ മുഹാജിറുകൾക്കും ഇടയിൽ അൻസാരികൾക്കും ഇടയിൽ അറബികൾക്കിടയിൽ ഐക്യമുണ്ടാക്കിയത് എന്ന് വിശദാസ്മാതങ്ങളോട് അള്ളാഹു എടുത്തു പറയാൻ. ആ അള്ളാഹു മാത്രമേ എനിക്ക് കഴിയുള്ളൂ നമ്മളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കാൻ. അങ്ങനെ ഹൃദയം ഒരുക്കുമ്പോഴാണ് നമ്മളുടെ ജിസ്മ ഒന്നിക്കുക. അപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് ശക്തി ഉണ്ടാവുക. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു. വലാ തകൂനു, നിങ്ങളാകാൻ പാടില്ല, കല്ലദീന തഫറഖു, ഗ്രൂപ്പുകളായ ആൾക്കാരെ പോലെ, വഖ്തലഫു, അഭിപ്രായത്യസ്തരായ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെ പോലെ നിങ്ങളാകാൻ പാടില്ല. മിൻ ബഅദി മാ ജാഅതുൽ ബയ്യിനാത്ത്, ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞതാണ്. വ്യക്തമായ അറിവ്, ഇന്നതാണ് ശരി ഇന്നതാണ് ബാത്തിൽ എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പിന്നെന്ത് ചെയ്യുക? തെറ്റ് കണ്ടാൽ അത് തിരുത്തിയാണ് വേണ്ടത്, മനസ്സിലാക്കുക. അപ്പം അത് തെറ്റ് ഉള്ള ആൾക്കാരുടെ ബാധ്യതയാണ്, തെറ്റ് പറ്റിയവർക്ക്. ശരി പറഞ്ഞ ആൾക്കാരുടെ ബാധ്യതയാണ്. അത് നേരത്തെ ഇമാം അൽബാനി പറഞ്ഞതുപോലെ അത് സോഫ്റ്റായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. തെറ്റ് മൂടി വെക്കാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തെറ്റ് ഗൗരവമുള്ള തെറ്റുകളാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും വേണം. പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? ഇമാം ഷാഫി പറഞ്ഞത്, മാ നാദർതു അഹദൻ, ഞാൻ ഒരാളോട് സംവാദം നടത്തിയിട്ടില്ല, എൻ്റെ എതിർപക്ഷത്തുള്ള ആളുകൾ സത്യം പറയട്ടെ എന്നെ നീയത്തില്ലാതെ. അയാൾ പറഞ്ഞതായിക്കോട്ടെ ശരി, എന്നാൽ പിന്നെ ഞാൻ സത്യം പറഞ്ഞ അയാൾ അടിച്ചിരുത്തി എന്ന് പറയുമ്പോൾ അയാൾ തെറ്റിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ, എനിക്കവിടെ കൂടി കൊടുത്താൽ മതിയല്ലോ. ഇത്ര അധികം വിനയാനിതരായിരുന്നു നമ്മുടെ ഉലമാക്കൾ. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ഇൽമു പഠിക്കുന്ന സമയത്ത്, ഈ ചുരുങ്ങിയ സമയത്ത് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഞാൻ ഈ സംസാരിച്ച വിഷയങ്ങളിൽ പിന്നെ ശരിയായി വന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഒരു സാലിഹായ കർമ്മമായി അവൻ്റെ അടുക്കൽ കബൂൽ ചെയ്ത് രേഖപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകൾ അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ.